നമസ്കാരം. എന്റെ പേര് ജോസ്. വയസ്സ് 35. കല്യാണം കഴിഞ്ഞ് 3 പിള്ളേരുടെ തന്തയാണ്. തൃശൂർ സ്വദേശിയാണ്. ഓർമ്മ വച്ച കാലം തൊട്ടേ ഫോട്ടോഗ്രാഫി കമ്പം കൂടുതലാണ് എനിക്ക്. നാട്ടിലെ പേരുകേട്ട ഇല്ലിക്കൽ ഫാമിലിയിലെ അംഗമാണ് ഞാൻ. കുഞ്ഞുനാളിൽ തന്നെ ഞാൻ എന്റെ പാഷന്റെ പുറകെ പോയതുകൊണ്ട് കുടുംബക്കാർ മുഴുവൻ എനിക്കെതിരായിരുന്നു. നാട്ടുകാരെയും കുടുംബക്കരെയും വകവയ്ക്കാതെ നടക്കുന്ന എനിക്ക് അതൊന്നും ഒരു വിഷയവുമല്ലായിരുന്നു. അവരെ കുറ്റം പറയാനൊക്കത്തില്ല. കാരണം കുടുംബത്തിലെല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ എന്നിങ്ങനെ ഒരു നിര ഉള്ളപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ പിടിച്ചു നടക്കുന്നതിൽ ആരാണ് താൽപ്പര്യം കാണിക്കുക? പക്ഷേ ആ ചിന്തകളെല്ലാം എന്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ മാറ്റിയെടുത്തു. വെറുമൊരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറായ ഞാൻ പിന്നീട് സിനിമയിൽ നായികനായകന്മാരുടെ ഫോട്ടോസ് എടുക്കുന്ന തലത്തിലേക്ക് ഉയർന്നു. പക്ഷേ മറ്റൊരുവന്റെ കീഴിൽ പണിയെടുക്കുന്നതിലും ഭേദം സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഒരു മോഡൽ ഫോട്ടോഗ്രാഫി കമ്പനി തുടങ്ങി. LM ഫോട്ടോഗ്രഫി എന്നാണ് എന്റെ കമ്പനിയുടെ പേര്. ഒട്ടും വൈകാതെ തന്നെ ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് വൻ റീച്ച് കിട്ടി. 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വൻ വിജയമായ പേജായി മാറി എന്റെ കമ്പനി. ഞാൻ ഫോട്ടോ എടുക്കുന്ന മോഡൽസ് വലിയ രീതിയിൽ റീച്ച് ആവുകയും പേരെടുക്കുകയും ചെയ്തു. അതിന്റെ മുഖ്യ പങ്കും എനിക്കുണ്ട്. എന്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തിയിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഈ നിലയിലെത്തി. ഇന്ന് ഇല്ലിക്കൽ ഫാമിലി അറിയപ്പെടുന്നത് ഈ ജോസിന്റെ പേരിലാണ്. കുറ്റം പറഞ്ഞ കുടുംബക്കാർ എന്റെ മുന്നിൽ മുട്ടുമടക്കപ്പെട്ടു. നാട്ടിലും ഇൻഡസ്ട്രിയിലും എനിക്കൊരു വിളിപ്പേരുണ്ട്, അച്ചായൻ. ജോസിനേക്കാൾ ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഇനി എന്റെ ശരീരഘടന പറയാം. പ്രായം 35 ആണെങ്കിലും ഒരു ജിം ബോഡി ആയിരുന്നു എന്റെ. ആരോഗ്യകാര്യത്തിൽ അത്രയും ശ്രദ്ധ ഉണ്ട്. പിന്നെ സ്വഭാവം കൊണ്ട് നോക്കിയാൽ സ്ത്രീ വിഷയത്തിൽ പ്രത്യേക കമ്പമാണ് എനിക്കുള്ളത്. കമ്പം മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഒട്ടനവധി സ്ത്രീകളുമായി ഞാൻ ബന്ധം വച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇന്ന് ഞാൻ കാണുന്ന സെലിബ്രിറ്റികളാണ്. ഇനി കഥയിലേക്ക് കടക്കാം. രാവിലെ എന്റെ തൃശൂരുള്ള ഓഫീസിലേക്ക് ചെന്ന ഞാൻ ആദ്യം തന്നെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് പെൻഡിംഗ് മെയിലുകൾ തുറന്നു. ഒരുവിധം എനിക്ക് നിരവധി മെയിലുകൾ വരും. എല്ലാം വാരിക്കോരിയെടുത്ത് വർക്ക് പിടിക്കുന്ന പ്രകൃതം എനിക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്നെന്ന പോലെ എടുക്കും. എന്റെ മാർക്കറ്റ് വാല്യൂ കാരണം കൈവിട്ടു പോകുന്ന വർക്ക് വിരളമാണ്. മെയിൽ ചെക്ക് ചെയ്യുന്ന സമയം ഞാൻ ഓഫീസ് ഒന്ന് നിരീക്ഷിച്ചു. ചിലയിടത്ത് പൊടികൾ കാണാം. ഡാ മണി, കള്ളമൈരേ നീ ഇതെവിടെയാടാ? മണി? എന്റെ ഗംഭീര്യം നിറഞ്ഞ ശബ്ദം രാവിലെ തന്നെ ഓഫീസിൽ മുഴങ്ങിക്കേട്ടു. ഞാനിപ്പോ വിളിക്കുന്നവനാണ് മണി, എന്റെ അസിസ്റ്റന്റ്. വീടിന്റെ അടുത്തുള്ള പയ്യനാ. പ്രായം ഇപ്പോൾ 24 ആകുന്നു. എനിക്ക് അനിയനെ പോലെയാണ്. അതുകൊണ്ട് നല്ല സ്വാതന്ത്ര്യമുണ്ട്. 10ാം ക്ലാസ് ഗുസ്തിയുമായി നടന്നവനെ പിടിച്ചു കൂടെ കൂട്ടിയതാ. എന്നെ ഭയങ്കര ബഹുമാനവുമാണ്. എന്റെ വിളി കേട്ടതും അകത്തെ ഷൂട്ടിംഗ് ഏരിയയിലെ കർട്ടന് പിന്നിൽ നിന്നും മണി വിയർത്തു തുള്ളി പാഞ്ഞു വന്നു. കയ്യിലൊരു ലെൻസ് ക്ലീനറും മൈക്രോ ഫൈബർ തുണിയുമുണ്ട്. ലൈറ്റുകൾ ഓരോന്നായി ചെക്ക് ചെയ്യുകയായിരുന്നു അവൻ. ദാ വരണോ അച്ചായ, ഞാൻ ആ മൂലയിലെ ഗോഡോക്സ് ലൈറ്റ് ഒന്ന് നോക്കുമായിരുന്നു. ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ഞാൻ കസേരയിൽ ചാരിയിരുന്ന് ടേബിളിന്റെ സൈഡിലേക്ക് വിരൽ ചൂണ്ടി. നോക്കടാ ഇതിലേക്ക്. നിന്റെ കണ്ണെന്താ അടിച്ചുപോയോ? ഈ പൊടി നീ കണ്ടില്ലേ? ഇതാണോടാ നിന്റെ പണി? നീയൊക്കെ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? മണി വേഗം കുനിഞ്ഞ് ആ ഭാഗം തന്റെ കയ്യിലിരുന്ന തുണികൊണ്ട് ആഞ്ഞു തുടച്ചു. ക്ഷമിക്കണം അച്ചായ, രാവിലെ വന്നെല്ലാം തുടച്ചതാ. ജനൽ തുറന്നിട്ടപ്പോൾ വന്നതാവും. ഇത് സാധാരണ സ്റ്റുഡിയോ അല്ലെന്ന് നിനക്കറിയാലോ. ഇവിടേക്ക് വരുന്നത് കേരളത്തിലെ ടോപ്പ് മോഡലുകളാണ്. അവർ വന്നിരിക്കുമ്പോൾ ഈ പൊടി കണ്ടാൽ എന്റെ വിലയാടാ പോകുന്നത്. അച്ചായൻ വൃത്തിയില്ലാത്തവനാണെന്ന് അവർ കരുതിയാൽ നിന്റെ കഞ്ഞിക്കുടിമുട്ടും, ഓർത്തോ? ഇല്ല ചായ, ഇനി ശ്രദ്ധിക്കാം. അവൻ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ നോക്കി നിൽക്കാതെ ആ മൂലയിലുള്ള റിഫ്ലക്ടറും ബാക്ക്ഡ്രോപ്പും ഒന്ന് ക്ലീൻ ചെയ്യ്. പിന്നെ ആ വലിയ മിറർ. അതിൽ വിരലടയാളം കണ്ടാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് തിന്നും. വേഗം തീർക്ക്. മണി പമ്പരം പോലെ ചുറ്റാൻ തുടങ്ങി. വലിയ ഗ്ലാസ് മതിലുകളും ലൈറ്റ് സ്റ്റാൻഡുകളും അവൻ അതീവ ശ്രദ്ധയോടെ തുടച്ചു മിനുക്കി. ഇടയ്ക്ക് ഞാൻ ലാപ്ടോപ്പിലേക്ക് നോക്കുമ്പോഴും കണ്ണൊന്ന് ചരിഞ്ഞാൽ അവൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് കാണാം. അച്ചായ, ലൈറ്റ്സ് എല്ലാം സെറ്റാണ്. ആ റെഡ് ടോൺ ഒന്ന് മാറ്റി വൈറ്റ് ആക്കണോ? മണി വിനീതനായി ചോദിച്ചു. വേണ്ടടാ, ഇപ്പോൾ അതിരിക്കട്ടെ. മെയിലുകൾ നോക്കട്ടെ. നീ ആ സൈഡിലുള്ള ക്യാമറ ലെൻസുകൾ കൂടി ഒന്ന് എടുത്തു തുടയ്ക്ക്. സൂക്ഷിക്കണം, ഒന്നിന് ലക്ഷങ്ങളുടെ വിലയാ. നിന്നെ വിറ്റാൽ പോലും അതിന്റെ പകുതി കാശ് കിട്ടില്ല. ഞാനൊരു സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പേടിയോടെ ആ ലെൻസ് ബോക്സ് എടുത്തു. ജോലിയുടെ കാര്യത്തിൽ ഞാൻ പുലിയാണെന്ന് അവനറിയാം. എങ്കിലും എന്റെ കൂടെ നിൽക്കുന്നത് അവനൊരു ലഹരിയാണ്. വലിയ മോഡലുകളെയും സിനിമാക്കാരെയും നേരിട്ട് കാണാമല്ലോ. ഞാൻ എന്തായാലും പതിയെ മെയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എൻക്വയറി വന്ന മെയിലുകൾക്കെല്ലാം ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. ശേഷം ഒന്ന് നടുനിവർത്തിയപ്പോഴാണ് ഒരു മെയിലിന് റിപ്ലൈ വന്നത്. ഞാനത് തുറന്നു നോക്കി. പ്രൈസ് ഡീറ്റെയിൽസ് അയച്ചതിന് വന്നൊരു റിപ്ലൈ ആണ്. അതിൽ
പ്ലീസ് കോൺടാക്ട് മീ എന്നൊരു തലക്കുറിപ്പും ഒരു നമ്പറും തൊട്ടും ഞാൻ കണ്ടു. പതിയെ ഞാൻ ആ ലിങ്ക് തുറന്നു നോക്കി. കുട്ടിയുടെ പേര് കല്യാണി സുനിൽ എന്നാണ്. 100K ഫോളോവേഴ്സ് ഉള്ള വളർന്നുവരുന്ന ഒരു മോഡലാണ്. ഒരു നാടൻ പെൺകുട്ടി ലുക്കുള്ള പെണ്ണ്. വയസ്സൊരു 22 കാണും. കാണാനും ക്യൂട്ടാണ്. പേര് പോലെ തന്നെ ഒരു കല്യാണി ലുക്കുണ്ട്. തന്റെ കയ്യിൽ കിട്ടിയ നല്ല ഉഗ്രം ഫ്രെയിം കൊടുത്ത് റീച്ചാക്കാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. ഞാൻ കൂടുതൽ താമസിക്കാതെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. പ്രൈസ് ആ കുട്ടിക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. ഫോൺ റിംഗ് ചെയ്തതും മറുതലയ്ക്കൽ ഒരു പെൺശബ്ദം കേട്ടു. ഹലോ, കല്യാണിയാണോ? ഞാൻ അല്പം ഘനത്തിൽ തന്നെ ചോദിച്ചു. അതെ, കല്യാണിയാണ്. ഇത് ജോസ് സാറാണോ? ശബ്ദത്തിൽ ഒരു ചെറിയ വിറയൽ. സാധാരണ പുതിയ കുട്ടികൾ എന്നെ വിളിക്കുമ്പോൾ ഉണ്ടാകാറുള്ള ആ ഒരു ബഹുമാനവും പേടിയും അവളിലുണ്ട്. സാറൊന്നുമല്ല, അച്ചായനെന്ന് വിളിച്ചോ? നിന്റെ മെയിൽ കണ്ടു, പ്രൊഫൈലും നോക്കി. കൊള്ളാം, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുണ്ട്. ഫ്രെയിമിൽ നന്നായി വരും. താങ്ക്സ് അച്ചായ. അത് പിന്നെ, അയച്ച മെയിലിൽ റേറ്റ് കണ്ടായിരുന്നു. 2 ലക്ഷം എന്നതെനിക്ക് കുറച്ച് കൂടുതലാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് പെട്ടെന്ന്. അവൾ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുൻപേ ഞാൻ ഇടപെട്ടു. നോക്ക് കല്യാണി, മാർക്കറ്റിൽ എൻ്റെ ഒരു പേര് നിനക്കറിയാലോ. നീ ഇതുവരെ ചെയ്ത വർക്കുകളല്ല, ഇനി ചെയ്യാൻ പോകുന്നതാണ് നിന്റെ കരിയർ നിശ്ചയിക്കുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാൽ നിന്റെ വാല്യൂ മാറുകയാണ്. അതുകൊണ്ട് റേറ്റിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ അച്ചായനില്ല. 2 lakhs, ദാറ്റ് ഈസ് ഫിക്സഡ്. ഞാനൊരു സിഗരറ്റിന് തീ കൊടുത്തു. അപ്പുറത്ത് അല്പനേരം നിശബ്ദതയായിരുന്നു. പെട്ടെന്ന് അവൾ ചോദിച്ചു, അച്ചായ, നമുക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ? സംസാരിക്കാനായിരുന്നു. നേരിട്ടോ? ഷൂട്ടിന് മുൻപ് അങ്ങനെയൊരു പതിവില്ലല്ലോ. എല്ലാം മെയിൽ വഴിയും ഫോൺ വഴിയുമാണ് നടക്കാറുള്ളത്. അതല്ല അച്ചായ, ഭാഗ്യത്തിന് ഞാനിപ്പോൾ തൃശ്ശൂരിലുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാണ്. അതുകൊണ്ട് നേരിട്ട് സ്റ്റുഡിയോയിൽ വരാൻ എളുപ്പമാണ്. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. പ്ലീസ്. ഞാനൊന്ന് ആലോചിച്ചു. സാധാരണ ആരെയും സ്റ്റുഡിയോയിലേക്ക് നേരിട്ട് വിളിക്കാറില്ല. പക്ഷെ കല്യാണിയുടെ ആ ഫോട്ടോകൾ മനസ്സിൽ വന്നു. നേരിട്ട് കാണുമ്പോൾ ആളെങ്ങനെയുണ്ടെന്നറിയാമല്ലോ. ശരി, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സ്റ്റുഡിയോയിലേക്ക് വന്നോ. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. പിന്നൊരു കാര്യം, വരുന്നത് തനിച്ചായിരിക്കണം. ബിസിനസ് മീറ്റിംഗുകളിൽ എനിക്ക് വേറെ ആളുകൾ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ശരി അച്ചായ, ഞാൻ തനിച്ചു വരാം. താങ്ക് യു സോ മച്ച്, അവൾ ആവേശത്തോടെ പറഞ്ഞു. ഫോൺ വെച്ച് ഞാൻ പുറത്തേക്ക് നോക്കി. മണി അപ്പോഴും അവിടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ്. ഡാ മണി, വൈകുന്നേരം ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. സ്റ്റുഡിയോ ഒന്നുകൂടെ നീറ്റാക്കി വെക്ക്. ബാക്കി ലൈറ്റ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ശരിയച്ചായ, അവൻ ഉത്സാഹത്തോടെ വിളിച്ചു പറഞ്ഞു. പുതിയൊരു മുഖം, പുതിയൊരു വർക്ക്. കല്യാണി നേരിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? എൻ്റെ മനസ്സ് ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നീങ്ങി. വൈകുന്നേരം കൃത്യം 4 മണിക്ക് തന്നെ സ്റ്റുഡിയോയുടെ കോളിംഗ് ബെൽ മുഴങ്ങി. മണി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അകത്തേക്ക് കയറി വന്ന രൂപത്തെ കണ്ടതും കയ്യിലിരുന്ന ക്യാമറ ലെൻസിലൊന്ന് മുറുക്കി പിടിച്ചു ഞാൻ. ഇൻസ്റ്റഗ്രാമിൽ കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങുണ്ട് നേരിട്ടുള്ള ഈ ചരക്ക്. ഒരു പർപ്പിൾ നിറത്തിലുള്ള സാരിയിൽ പച്ച ബ്ലൗസിട്ടാണ് അവൾ വന്നത്. ആ വേഷത്തിൽ അവളൊരു ഒന്നൊന്നര ഇനം തന്നെയായിരുന്നു. സാരിയുടെ മടക്കുകൾക്കിടയിലൂടെ അവളുടെ ആ ഒതുങ്ങിയ ശരീരം കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അല്പം വണ്ണമുള്ള ആ വയർഭാഗം. സാരിയുടെ ഇടയിലൂടെ അത് വല്ലാതെ എടുത്തു കാണിക്കുന്നു. എന്റെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ ആ മിതമായ 34 സൈസ് മാറിടങ്ങളിലാണ്. ഒതുക്കമുള്ള ബോഡി സ്ട്രക്ചർ ആണെങ്കിലും ഓരോ അവയവവും കൃത്യമായ ആ അളവിൽ തന്നെ നിൽക്കുന്നു. പച്ച ബ്ലൗസിനുള്ളിൽ ആ ഭാഗങ്ങൾ വിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു പെരുക്കം തോന്നി. നമസ്കാരം അച്ചായ, ഞാൻ കല്യാണി. ആ വിളിയിൽ ഒരു വശ്യതയുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം എൻ്റെ ഭാവം മറച്ചുപിടിച്ചു. സ്ത്രീ വിഷയത്തിൽ എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിലും പ്രൊഫഷണലായി നിൽക്കുമ്പോൾ അതൊന്നും പുറത്ത് കാണിക്കാറില്ല. ഒരു സിഗരറ്റ് കൂടി പുകച്ചുകൊണ്ട് ഞാൻ അവളെ അടിമുടിയൊന്നു നോക്കി. ഇരിക്കൂ കല്യാണി. അവൾ പതുക്കെ സോഫയിലേക്കിരുന്നു. ഇരുന്നപ്പോൾ സാരിയുടെ തുമ്പ് അല്പം മാറുകയും അവളുടെ വയറിന്റെ ആ മടക്കുകൾ കൂടുതൽ തെളിയുകയും ചെയ്തു. സംസാരത്തിനിടയിൽ അവൾ മുടി കോതി ഒതുക്കുമ്പോൾ അവളുടെ കൈയിലെ കുപ്പിവളകൾ കിലുങ്ങുന്നുണ്ട്. അച്ചായ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 ലക്ഷം എന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ തുടങ്ങുന്നതേയുള്ളൂ. ഈ വർക്ക് കിട്ടിയാൽ അതൊരു വലിയ ബ്രേക്ക് ആവുമെന്ന് എനിക്കറിയാം. അച്ചായൻ ഒരു വലിയ മനസ്സനസ്സു കാണിക്കണം, അവൾ കെഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ പുകയൂതികൊണ്ട് ഒന്ന് ചിരിച്ചു. കല്യാണി, നിനക്ക് ഞാൻ എക്സ്പോഷറാണ് തരുന്നത്. നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സാരി മാറ്റുമ്പോഴല്ല, എന്റെ ക്യാമറ നിന്നെ പകർത്തുമ്പോഴാണ് നിനക്ക് പുതിയൊരു ഐഡന്റിറ്റി വരുന്നത്. എന്റെ സമയം. അവൾ പതുക്കെ എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു. ആ മുറിയിലെ AC തണുപ്പിലും അവളുടെ സാമീപ്യം എനിക്ക് ചൂട് നൽകുന്നുണ്ടായിരുന്നു. പ്ലീസ് അച്ചായ, ഒരു 1.5 ലക്ഷത്തിനെങ്കിലും ഇത് ചെയ്തു തന്നൂടെ? അച്ചായനെപ്പോലെ ഒരാൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാണുള്ളത്?
അവളുടെ ആ വിടർന്ന കണ്ണുകൾ എന്നെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം വശീകരണമുണ്ടായിരുന്നു. മനസ്സിൽ മറ്റൊരു ചിന്ത ഓടി. ഇവളെ ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടിയാൽ ശരിക്കും ആസ്വദിച്ച് വർക്ക് ചെയ്യാം. ശരി, ഞാൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. നിന്റെ നിർബന്ധം കാരണം മാത്രം ഞാനിത് 1,50,000 എന്റെ കരിയറിൽ ഇന്നേവരെ ആർക്കും ഇങ്ങനെയൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ല. അത് നീ അർഹിക്കുന്നതുകൊണ്ടാണെന്ന് മാത്രം കരുതിയാൽ മതി. അവളുടെ മുഖത്ത് പെട്ടെന്ന് ഒരു സന്തോഷം മിന്നി. സത്യമാണോ അച്ചായ? ഒത്തിരി നന്ദി. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആ സന്തോഷം അവിടെ നിൽക്കട്ടെ. ഞാൻ മേശപ്പുറത്തെ ആപ്പിൾ ജ്യൂസ് എടുത്തു കുടിച്ചു. നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ഷൂട്ടിംഗ് എവിടെ വെച്ച് വേണമെന്നതിനെക്കുറിച്ച്. സംസാരത്തിനിടയിലാണ് എന്റെ കണ്ണുകൾ മണിയിലുടക്കിയത്. ആ കഴിവേറിമോൻ പണിയൊക്കെ നിർത്തിവെച്ച് അകത്തെ ഡോറിനരികിൽ നിന്ന് കല്യാണിയെ ആർത്തിയോടെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ആ നടുവും ചന്തിയുടെ ഒതുക്കവുമൊക്കെ കണ്ട് അവൻ വാ പൊളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ദാമണി, അവിടെ എന്ത് നോക്കി നിൽക്കുവാടാ? അകത്ത് പോയി ആ ക്യാമറ ബാഗൊക്കെ ഒന്ന് എടുത്തു വെക്ക്. പോടാ. ഞാൻ ഗർജിച്ചതും അവനൊന്ന് ഞെട്ടിവിറച്ച് പെട്ടെന്നകത്തേക്ക് വലിഞ്ഞു. കല്യാണി ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ അവളുടെ ഫോണിലെ പഴയ ഫോട്ടോകൾ നോക്കുന്ന തിരക്കിലായിരുന്നു. കല്യാണി, നിനക്ക് പറ്റിയ ഒരു ഫ്രെയിം എന്റെ മനസ്സിലുണ്ട്. ഞാൻ കസേരയിൽ ഒന്നുകൂടെ ചാരിയിരുന്നു. നമുക്ക് ഈ ഷൂട്ട് കൂർഗിൽ വെച്ചു ചെയ്താലോ? അവിടുത്തെ ആ തണുപ്പും പച്ചപ്പും നിന്റെ ഈ നാടൻ ലുക്കിന് വല്ലാത്തൊരു ചേർച്ചയായിരിക്കും. നിന്റെ റീച്ച് അതോടെ മാറും. കൂർഗ് എന്ന് കേട്ടതും അവളുടെ മുഖമൊന്ന് തിളങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മങ്ങി. കൂർഗോ? അച്ചായ, അവിടുത്തെ ട്രാവൽ എക്സ്പെൻസും സ്റ്റേയും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് വലിയൊരു ബാധ്യതയാവില്ലേ? 1,50,000 തന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഒപ്പിക്കുന്നത്. അവളുടെ ആ വേവലാതി കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വന്നു. വലയിലാകാൻ പോകുന്നു. നീ പേടിക്കണ്ട. ഈ വരുന്ന ശനിയാഴ്ച ഞാനും എന്റെ അസിസ്റ്റന്റും കൂടി ഒരു 3 ദിവസത്തെ ട്രിപ്പ് കൂർഗിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഷൂട്ടിനും ലൊക്കേഷൻ കാണാനുമായിട്ടാണ് പോക്ക്. നീ കൂടെ വരികയാണെങ്കിൽ നിനക്ക് ട്രാവൽ ചിലവോ മറ്റോ വരില്ല. എന്റെ കൂടെ കാറിൽ വരാം. 1,50,000 നിന്റെ വർക്ക് തീരും. എങ്ങനെയുണ്ട്? കല്യാണി കുറച്ചു നേരം ആലോചിച്ചു. ഈ ആഴ്ചയെന്ന് പറഞ്ഞാൽ കൂടെ ആരെങ്കിലും വരുമോ എന്ന് നോക്കണ്ടേ? പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും സമയം കാണില്ല ചായ. അവളുടെ സ്വരത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. അതൊക്കെ നിന്റെ ഇഷ്ടം കല്യാണി. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ചിലവ് നീ നോക്കേണ്ടി വരും. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കിവിടെ തൃശ്ശൂരിലെ ഏതെങ്കിലും സാധാരണ റിസോർട്ടിൽ വെച്ച് ചെയ്യാം. പക്ഷേ കൂർഗിലെ ആ ക്വാളിറ്റി ഇതിന് കിട്ടില്ല. ഞാൻ നിസ്സംഗനായി പറഞ്ഞു. കുറച്ചു സമയം ആ മുറിയിൽ നിശബ്ദത പടർന്നു. അവൾ ലാപ്ടോപ്പിലെ കൂർഗ് ലൊക്കേഷൻ ചിത്രങ്ങൾ നോക്കി. മറ്റ് ലൊക്കേഷനുകൾക്കൊന്നും അത്ര ഭംഗി തോന്നിയില്ല എന്ന് അവളുടെ മുഖഭാവം കണ്ടാലറിയാം. ഒടുവിൽ അവളൊരു ദീർഘശ്വാസമെടുത്തു. ശരി അച്ചായ, ഞാൻ വരാം. ഇത്രയും നല്ലൊരു അവസരം കളയണ്ടല്ലോ. വീട്ടിൽ കുഴപ്പമില്ലല്ലോ? ഒറ്റയ്ക്ക് വിടുമോ? ഞാനൊന്ന് കണ്ണു ചിമ്മി ചോദിച്ചു. വീട്ടിൽ കുഴപ്പമില്ല. കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാനേജ് ചെയ്തോളാം. അച്ചായൻ കൂടെയുള്ളതല്ലേ, എനിക്ക് വിശ്വാസമുണ്ട്. അവളൊരു നിഷ്കളങ്ക ചിരിയോടെ പറഞ്ഞു. അവൾക്കറിയില്ലല്ലോ അച്ചായന്റെ വിശ്വാസം എന്തിലാണെന്ന്. ഓക്കെ, ഡൺ. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് റെഡിയായിക്കോ. അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ശരി അച്ചായ, അപ്പോ ശനിയാഴ്ച കാണാം. അവൾ പതുക്കെ വാതിലിനടുത്തേക്ക് നടന്നു. പുറത്തേക്ക് നടന്നു നീങ്ങുന്ന കല്യാണിയെ ഞാൻ നോക്കി നിന്നു. സാരിയുടെ മടക്കുകൾക്കിടയിലൂടെ അവളുടെ ആ നിതംബങ്ങൾ ഓരോ ചുവടിലും താളത്തിലാടുന്നുണ്ട്. ആ ചന്തികളുടെ ഉലലച്ചിൽ കണ്ട് എന്റെ ഉള്ളൊന്നു പിടച്ചു. ആ നടപ്പിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാനൊരു വലിയ പുക പുറത്തേക്ക് വിട്ടു. മണിക്കൂറുകൾ നീളുന്ന യാത്രയാണ്. കൂർഗിലെ മഞ്ഞും കുളിരും, പിന്നെ ഇവളും. ഈ ആഴ്ച ഉഷാറാകും. കല്യാണി പടിയിറങ്ങി അവളുടെ കാറിൽ കയറിപ്പോവുന്നതുവരെ ഞാൻ ആ നോട്ടം തുടർന്നു. അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞതും ഞാൻ കസേരയിലേക്ക് ഒന്നൂടെ ആഞ്ഞു ചാരിയിരുന്നു. മനസ്സിൽ അപ്പോഴും ആ സാരിയുടെ തുമ്പിനിടയിലൂടെ കണ്ട വയറിന്റെ മടക്കും ആ നടത്തവുമാണ്. അച്ചായ! മണിയുടെ വിളികേട്ടാണ് ഞാൻ നോക്കിയത്. അവൻ വാതിലിന്റെ മറവിൽ നിന്ന് പതുക്കെ എന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി പടർന്നിട്ടുണ്ട്. എന്താടാ മൈരേ, അവിടെ നിന്ന് പല്ലിലിക്കാതെ കാര്യം പററ. ഞാൻ സിഗരറ്റ് കുട്ടി ആഷ്ട്രയിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ല അച്ചായ, ആ കുട്ടി ഒരു രക്ഷയില്ല കേട്ടോ. അവൻ നാക്ക് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതിനേക്കാൾ വലിയ ഐറ്റമാണല്ലോ ഇത്. അച്ചായൻ ആ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നിന്നില്ലേ? എന്റെ പൊന്നോ, ആ വടി വന്ന് കാണണം. നീ അത് നോക്കി നിൽക്കുമായിരുന്നോ? ഞാൻ ഗൗരവം നടിച്ചു. പിന്നെ നോക്കാതെ. അച്ചായൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി അവൾ ആ കുനിഞ്ഞും വളഞ്ഞും സംസാരിക്കുമ്പോൾ ആ ബ്ലൗസൊക്കെ അങ്ങ് വിങ്ങി നിൽക്കുകയല്ലേ. ആ വയറിന്റെ ഭാഗം കണ്ടപ്പോൾ തന്നെ എനിക്ക് വട്ടായി. നല്ല കൊഴുത്ത ശരീരം. 34 എന്നൊക്കെ അച്ചായൻ പറഞ്ഞത് കറക്റ്റാ, ഒട്ടും കുറവില്ല. അവൻ ആവേശത്തോടെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു.
ഞാനൊന്ന് ചിരിച്ചു. അവൾ കൂർഗിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ ശനിയാഴ്ച നമ്മൾ തിരിക്കും. മണിയുടെ കണ്ണുകൾ വിടർന്നു. സത്യമാണോ? കൂർഗിലോ? അതും നമ്മളോടൊപ്പം? അച്ചായ, അച്ചായൻ പുലിയാണ്. ഇതിനാണ് ഞാൻ പറഞ്ഞത് അച്ചായന്റെ ബുദ്ധി സമ്മതിക്കണമെന്ന്. ആ തണുപ്പത്ത് ഇവളെയൊക്കെ ഇങ്ങനെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ. അവൻ വാക്കുകൾ കിട്ടാതെ തപ്പി. നീ അധികം മോഹിക്കണ്ടടാ, ഇത് ബിസിനസ്സാണ്. പക്ഷേ അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്കും തോന്നി, ഇവളെയൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ആ സൈഡിൽ നിന്നൊക്കെ പകർത്തിയാൽ നല്ല വശ്യതയായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് ആ ചന്തിയുടെ ഭാഗം. അവൾ നടന്നു പോകുമ്പോൾ നീ കണ്ടോ? കണ്ടു അച്ചായ, അത് കാണാത്തവനുണ്ടോ? ആ സാരിയുടെയൊക്കെ ഇടയിലൂടെ അതിങ്ങനെ താളത്തിൽ തുള്ളുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ലെൻസ് താഴെയിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല ഉറച്ച ബോഡിയാ. കൂർഗിലെ ആ മഞ്ഞിൽ അവൾക്കൊരു ഓഫ് ഷോൾഡറോ മറ്റോ കൊടുത്താൽ ആ കട്ട തണുപ്പിലും കാണുന്നവന്റെ ചോര തിളയ്ക്കും. മണി ഓരോന്ന് സങ്കൽപ്പിച്ച് വിവരിക്കാൻ തുടങ്ങി. അവൾ വീട്ടിൽ ഫ്രണ്ട്സിന്റെ കൂടെയാണെന്ന് പറയാമെന്നാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് 3 ദിവസം നമുക്കവിടെ ആഘോഷിക്കാം. ക്യാമറ ഷൂട്ടും നടക്കും, കൂടെ മറ്റു കാര്യങ്ങളും. ഞാൻ കണ്ണൊന്നു ചിമ്മി. അച്ചായനുള്ളപ്പോൾ എനിക്ക് പേടിയില്ല. ആ കൊച്ചിന്റെ ഓരോ ഭാഗങ്ങളും അച്ചായൻ സൂം ചെയ്തെടുക്കുമ്പോൾ ഞാൻ സൈഡിൽ നിന്നൊന്ന് കണ്ടാൽ മതി. അവളൊരു ഒന്നൊന്നര ഐറ്റം തന്നെയാ. അച്ചായ, ഇത് പൊളിക്കും. മണി വീണ്ടും ഓരോന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഉള്ളിലെ ആർത്തി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ അവസ്ഥയും മറിച്ചല്ല. കല്യാണിയുടെ ആ നാടൻ വേഷവും അതിനുള്ളിലെ ഒതുങ്ങിയ എന്നാൽ കൊഴുത്ത ശരീരവും കൂർഗിലെ വിജനമായ ലൊക്കേഷനുകളിലെത്തുമ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാലോചിച്ച് ഞാൻ അടുത്ത സിഗരറ്റിന് തീ കൊടുത്തു. ശനിയാഴ്ച പുലർച്ചെ തന്നെ ഞങ്ങൾ തൃശൂരിൽ നിന്ന് യാത്ര തിരിച്ചു. കല്യാണി പറഞ്ഞ ലൊക്കേഷനിലെത്തുമ്പോൾ മഞ്ഞ് അല്പം മാറി തുടങ്ങിയിരുന്നു. റോഡരികിൽ ഒരു കറുത്ത ബാഗും തൂക്കി നിൽക്കുന്ന ആ രൂപം കണ്ടതും അച്ചായൻ വണ്ടി സാവധാനം ഒതുക്കി. മുന്നിലെ സീറ്റിലിരുന്ന മണി ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയൊന്നു നുണഞ്ഞു. അച്ചായ, നോക്കിയേ, ഇതിപ്പോ ശരിക്കും ഇളനീർ പരുവമാണല്ലോ. കല്യാണി ധരിച്ചിരുന്നത് ആ പച്ച ബ്ലൗസും ഇളം നിറത്തിലുള്ള പാവാടയുമായിരുന്നു. ആ വേഷത്തിൽ അവളൊരു ഒന്നൊന്നര ഐറ്റം തന്നെയാണെന്ന് എനിക്ക് തോന്നി. വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ എന്റെ കണ്ണുകൾ അവളുടെ ഉടലിലൂടെ ഗുഡ് മോർണിംഗ് അച്ചായ, ഞാൻ റെഡിയാണ്. അവൾ ആ വശ്യമായ ചിരിയോടെ പറഞ്ഞു. അവളുടെ ചിരിയിൽ തെളിയുന്ന ആ കുസൃതിയും കണ്ണുകളിലെ തിളക്കവും അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നു. കയറൂ, നമ്മൾ വൈകരുത്, ഞാൻ ഗാംഭീര്യത്തോടെ പറഞ്ഞു. പക്ഷെ ഉള്ളിൽ അവളുടെ ആ ശരീരഘടനയെ പകർത്തിയെടുക്കാനുള്ള വെമ്പലായിരുന്നു. അവൾ കാറിന്റെ പിൻസീറ്റിലേക്ക് കയറുമ്പോൾ ആ പാവാട അല്പം മുകളിലേക്ക് നീങ്ങിയതും അവളുടെ കാലുകളുടെ വശ്യതയും അല്പം തെളിഞ്ഞു. മണി കണ്ണാടിയിലൂടെ അവളെ ആർത്തിയോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവന്റെ നോട്ടം അവളുടെ മാറിടങ്ങളിലും ആ പാവാടയുടെ വിടവുകളിലുമായിരുന്നു. കല്യാണി തന്റെ ബാഗൊതുക്കി വെക്കുന്ന തിരക്കിലായതുകൊണ്ട് ഞങ്ങളുടെ ഈ നോട്ടങ്ങളൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. വണ്ടി വിട്ടോ അച്ചായ, കൂർഗിലെ മഞ്ഞവളെ കാത്തിരിക്കുകയാണ്, മണി സ്വകാര്യമായി എന്നോട് പറഞ്ഞു. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. കണ്ണാടിയിലൂടെ ഞാൻ അവളെ വീണ്ടും നോക്കി. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ നീണ്ട മുടിയിഴകൾ കാറ്റിലാടുന്നു. ആ പച്ച ബ്ലൗസിനുള്ളിലെ മാംസലതയും അവളുടെ ഓരോ വടിവുകളും കൂർഗിലെ വിജനമായ ലൊക്കേഷനുകളിൽ വെച്ച് എങ്ങനെ ആസ്വദിക്കാമെന്ന ചിന്തയിൽ ഞാൻ ആക്സിലറേറ്റർ ആഞ്ഞു ചവിട്ടി. യാത്ര തൃശൂർ പിന്നിട്ട് മലയോര പാതകളിലേക്ക് കടന്നതോടെ കാറിനുള്ളിലെ അന്തരീക്ഷം പതുക്കെ ഒന്നയഞ്ഞു. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഗൗരവം വിട്ട് കല്യാണിയും സംസാരിക്കാൻ തുടങ്ങിയതോടെ മണിയും കളം പിടിച്ചു. അച്ചായ, ഈ കൂർബി യാത്ര നമുക്കൊരു ഫുൾ ബോഡി എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലേ? മണി കണ്ണാടിയിലൂടെ കല്യാണിയെ ഒന്ന് നോക്കി കണ്ണു ചിമ്മി. കല്യാണി അത് കേട്ട് നിഷ്കളങ്കമായി ചിരിച്ചു. ഫുൾ ബോഡി എക്സ്പീരിയൻസോ? അത് ലൊക്കേഷൻ അത്രയും വലുതായതുകൊണ്ടാണോ മണിച്ചേട്ടാ? അതെ അതെ, ഓരോ ഇഞ്ചും നമ്മൾ എൻജോയ് ചെയ്യേണ്ടി വരും. ക്യാമറയുടെ ലെൻസൊക്കെ ശരിക്കും വിടർത്തി വെക്കേണ്ടി വരും. എന്നാലേ ആ ഭംഗി മൊത്തം കിട്ടൂ. മണി പറഞ്ഞത് കേട്ട് ഞാൻ സ്റ്റിയറിംഗിൽ പിടിമുറുക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾക്കതിന്റെ ഇരട്ട അർത്ഥം മനസ്സിലായില്ലെങ്കിലും എനിക്ക് കാര്യം പിടികിട്ടി. അച്ചായൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോൾ കൂടെ വന്നപ്പോഴാണ് മനസ്സിലായത് അച്ചായൻ നല്ലൊരു കമ്പനിക്കാരനാണെന്ന്. കല്യാണി ആ പച്ച ബ്ലൗസിനുള്ളിൽ വിങ്ങി നിൽക്കുന്ന ശരീരം ഒന്ന് വെട്ടിച്ചിരുന്നു പറഞ്ഞു. ചിരിക്കുമ്പോൾ അവളുടെ ആ വശ്യമായ കണ്ണുകൾ വിടരുന്നുണ്ടായിരുന്നു. സ്ട്രിക്റ്റ് ആകേണ്ടിടത്ത് അച്ചായൻ സ്ട്രിക്റ്റ് ആകും കല്യാണി. പക്ഷെ ചില ഐറ്റങ്ങൾ കാണുമ്പോൾ അച്ചായൻ അലിയും. ഞാൻ സൈഡ് മിററിലൂടെ അവളുടെ ആ പാവാടയും മാറിടങ്ങളും ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താ അച്ചായ അങ്ങനെ? എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണ്ടേ? അവൾ തമാശ രൂപേണ ചോദിച്ചു. അത് ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. ചിലത് കാണുമ്പോൾ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ തോന്നും. അങ്ങനെയുള്ളപ്പോൾ പിന്നെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാ. മണി ഇടയിൽ കയറി പറഞ്ഞതും കല്യാണി വലിയ മണിച്ചേട്ടൻ പറയുന്നതൊക്കെ ഭയങ്കര തമാശയാണല്ലോ. അച്ചായ, ഇത്രയും നേരം ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു.
ഇപ്പോഴാണ് ശരിക്കും റിലാക്സ് ആയത്. അവൾ ചിരിച്ചുകൊണ്ട് മുന്നിലെ സീറ്റിലേക്ക് അല്പം ചാഞ്ഞു. അപ്പോൾ അവളുടെ ബ്ലൗസിന്റെ കഴുത്തിനിടയിലൂടെ ആ മാംസലമായ ഭാഗങ്ങൾ കുറച്ചുകൂടി തെളിഞ്ഞു വന്നു. നന്നായി റിലാക്സ് ചെയ്തോ കല്യാണി? കാരണം കൂർഗിൽ ചെന്നാൽ പിന്നെ നല്ല പണിയുണ്ടാകും. നിന്നെ ശരിക്കും ഒന്ന് വളച്ചും തിരിച്ചും എനിക്ക് ഷൂട്ട് ചെയ്യണം. ആ തഴക്കം വന്നാൽ നിന്റെ ഡിമാൻഡ് കൂടും. ഞാൻ പറഞ്ഞത് കേട്ട് അവൾ തലയാട്ടി. അച്ചായൻ പറയുന്നത് പോലെ ഞാൻ നിന്നോളാം. എനിക്ക് അച്ചായനെ അത്രയും വിശ്വാസമാണ്. അവളുടെ ആ വിശ്വാസം നിറഞ്ഞ ചിരി കണ്ടപ്പോൾ എന്റെയും മണിയുടെയും കണ്ണുകൾ തമ്മിലുടക്കി. കല്യാണി അപ്പോഴും തന്റെ ഫോണിൽ പുതിയ ലൊക്കേഷനുകൾ തിരയുന്ന തിരക്കിലായിരുന്നു. അവളുമായി ഉണ്ടായിരുന്ന ആ അകലം കകറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി കൂർഗിലെ ആ മഞ്ഞിലേക്ക് ചെന്നെത്തിയാൽ ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് തീർക്കാമെന്ന് ഞാനും മനസ്സിലുറപ്പിച്ചു. കൂട്ടമായി ചിരിച്ചും തമാശകൾ പറഞ്ഞും ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. ഏകദേശം ഉച്ചയോടടുത്തപ്പോൾ വയറ്റിൽ വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് വഴിയോരത്തെ ഒരു ചെറിയ തട്ടുകടയ്ക്ക് മുന്നിൽ വണ്ടി ഒതുക്കി. ആ ലൊക്കേഷൻ അത്ര സുഖമുള്ള ഒന്നായിരുന്നില്ല. ലക്കും ലഗാനുമില്ലാത്ത കുറച്ച് തമിഴ് ലോക്കൽസും ഡ്രൈവർമാരുമാണ് അവിടെ അധികവും ഉണ്ടായിരുന്നത്. വണ്ടിയിൽ നിന്ന് കല്യാണി പുറത്തിറങ്ങിയതും അവിടെയുണ്ടായിരുന്നവരുടെ കണ്ണുകൾ അവളുടെ ഉടലിൽ കൊളുത്തി വലിച്ചു. ആ ഇറുകിയ പച്ച ബ്ലൗസിനുള്ളിൽ വിങ്ങി നിൽക്കുന്ന മാറിടങ്ങളും കാട്ടിൽ പാറിപ്പറക്കുന്ന പാവാടയും കണ്ടപ്പോൾ അവിടുത്തെ ഡ്രൈവർമാർ തമ്മിൽ മുരൾച്ചയോടെ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. കല്യാണിക്കത് അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും അവളത് കാര്യമാക്കാതെ ഞങ്ങളുടെ കൂടെയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ കൈ കഴുകാൻ പുറകിലെ സിങ്കിനടുത്തേക്ക് പോയി. ആ സമയം അവിടെയുണ്ടായിരുന്ന ഒരു കറുത്തിരുണ്ട തമിഴൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളത് കണ്ടില്ലെന്ന് നടിച്ചു കൈ കഴുകി തിരിയാൻ നോക്കുമ്പോഴാണ് അവൻ അസഭ്യവർഷം തുടങ്ങിയത്. എന്തൊരു ചിരക്കടാ ഇത്! ഇന്ത മാതിരി ഒണ്ണെ ഇന്ത റൂട്ടിൽ പാത്തതേയില്ലേ? അന്ത പാവാടേക്കുള്ള എല്ലാം കറക്റ്റായിരിക്കും പോലെ. അവൻ തന്റെ കൂട്ടുകാരെ നോക്കി ആഭാസമായി ചിരിച്ചു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇന്ത ഉടമ്പൊന്ന് അനുഭവിക്കണം. അന്തമുള്ളേ പാക്കറപ്പോലെ എനിക്ക് ഇപ്പവേ ഏററമ്മായിരിക്കും. വായേ പൊരുലേ. കല്യാണി ഭയന്ന് വിറച്ചുപോയി. അവൾ വേഗം അവിടെ നിന്ന് ഓടിമാറാൻ നോക്കിയപ്പോൾ അവൻ അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു. എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ തന്റെ മുരടൻ കൈകൾ കൊണ്ട് അവളുടെ വയറിൽ ആഞ്ഞുപിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ വയറിലെ മാംസലതയിലേക്ക് ആഴ്ന്നിറങ്ങി. കല്യാണി ഞെട്ടിക്കുതറാൻ നോക്കിയതും അയ്യോ അച്ചായ, അവൾ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ഞാൻ അങ്ങോട്ട് പാഞ്ഞു ചെന്നു. ആ തമിഴൻ അവളുടെ ചന്തിയിലെ പിരിവിടും മുൻപേ എന്റെ കൈകൾ അവന്റെ കോളറിൽ മുറുകി. ഒരൊറ്റയിടി. അവന്റെ പല്ലുകൾ തെറിച്ച് രക്തം പുറത്തേക്ക് വന്നു. എന്റെ ജിംബോഡിയുടെ കരുത്തിൽ വീണ്ടും വീണ്ടും ഞാൻ അവനെ ആഞ്ഞു തല്ലി. അവൻ നിലത്ത് വീണിട്ട് പിടയുമ്പോൾ എന്റെ കണ്ണുകളിൽ ദേഷ്യം ആളിപ്പടരുന്നുണ്ടായിരുന്നു. എന്റെ കൂടെയുള്ള പെണ്ണിനെ തൊടാൻ നിനക്ക് ധൈര്യം വന്നോടാ പാണ്ടി എന്ന് അലറിക്കൊണ്ട് അവന്റെ നെഞ്ചത്തേക്ക് ഞാൻ ഒരു ചവിട്ടുകൂടി കൊടുത്തു. കല്യാണി വിറച്ചുകൊണ്ട് എന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൾ കരയുകയായിരുന്നു. ഒരു രക്ഷകനെപ്പോലെ ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയത്തോടൊപ്പം ഒരു വലിയ ആരാധനയും സുരക്ഷിതബോധവും മിന്നിമറയുന്നത് ഞാൻ കണ്ടു. കരയേണ്ട കല്യാണി, അച്ചായനുണ്ട് കൂടെ. ഞാൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വണ്ടിയുടെ അടുത്തേക്കെത്തിയപ്പോൾ ഞാൻ മണിക്ക് നേരെ ചാവി എറിഞ്ഞു കൊടുത്തു. മണി, നീ വണ്ടിയെടുത്തോ, ഞാൻ കല്യാണിയുടെ കൂടെ പുറകിലിരിക്കാം. അവൾ കാറിലേക്ക് കയറിയിരുന്ന് ഏങ്ങലടിച്ചു. ഞാൻ അവളുടെ അടുത്തു തന്നെ ചേർന്നിരുന്നു. അവളുടെ വിറയൽ അപ്പോഴും മാറിയിരുന്നില്ല. ഞാൻ അവളുടെ തോളിൽ കൈവച്ച് അവളെ എനിക്കടുത്തേക്ക് ചേർത്തിരുത്തി. കൂർഗിലേക്കുള്ള ബാക്കി യാത്രയിൽ ഭയത്തിലാണെങ്കിലും അവൾ എന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരെ കാറിനുള്ളിൽ കല്യാണി തന്റെ മുഖം കൈകളിൽ ഒളിപ്പിച്ചു ഏങ്ങലടിച്ചു കരയുകയായിരുന്നു. അവളുടെ ഇടുങ്ങിയ പച്ച ബ്ലൗസ് ആ വിങ്ങളിൽ താളം തെറ്റുന്നുണ്ട്. ആ തമിഴന്റെ ആഭാസകരമായ സ്പർശനവും ആക്രോശങ്ങളും അവളുടെ മനസ്സിൽ ഒരു ഭീതിയായി അവശേഷിക്കുന്നു. ഞാൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ പതുക്കെ എന്റെ നെഞ്ചിലേക്ക് ചേർത്തുപിടിച്ചു. കരയേണ്ട കല്യാണി, അവനിനി ആർക്കും ഒരു ശല്യമുണ്ടാക്കില്ല. ഈ അച്ചായൻ കൂടെയുള്ളപ്പോൾ നിന്നെ ആരും വിരൽ തൊടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ നെഞ്ചിലെ ചൂടും ആ ഉറപ്പുള്ള കൈകളും അവൾക്ക് വലിയൊരു ആശ്വാസമായി. അവൾ പതുക്കെ തലയുയർത്തി എന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ വിടർന്ന കണ്ണുകളിൽ ഇപ്പോഴും ഭയത്തിന്റെ നനവുണ്ട്. അച്ചായ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. അയാൾ എന്റെ... അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കൂർഗിലെ ആ മഞ്ഞും തണുപ്പും ആസ്വദിക്കാനുള്ളതാണ്. നീ ഇങ്ങനെ കരഞ്ഞാൽ എന്റെ ക്യാമറയിലെ ഫ്രെയിമുകളൊക്കെ ആകെ മോശമാകില്ലേ? ഞാനൊരു ചെറിയ തമാശയോടെ പറഞ്ഞു. പിന്നീട് അച്ചായന്റെ സ്റ്റൈലിലുള്ള കുറച്ചു തമാശകൾ ഞാൻ ഓരോന്നായി വിളമ്പി. സ്റ്റുഡിയോയിലെ മണിയുടെ ചില മണ്ടത്തരങ്ങളെക്കുറിച്ചും എന്റെ മുൻപിലത്തെ ഷൂട്ടിങ്ങിലുണ്ടായ രസകരമായ അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കല്യാണി പതുക്കെ പുഞ്ചിരിച്ചു തുടങ്ങി.
അവളുടെ ആ നാടൻ സൗന്ദര്യം ആ ചിരിയിൽ വീണ്ടും വിരിഞ്ഞു. പെട്ടെന്ന് അവൾ തന്റെ വലതുവശത്തെ ഇടുപ്പിൽ കൈവച്ച് മുഖമൊന്നു ചുളിച്ചു. അച്ചായ, അയാൾ അവിടെ പിടിച്ച ഇടം നല്ലപോലെ വേദനിക്കുന്നുണ്ട്, അവൾ രഹസ്യമായി എന്റെ ചെവിയിൽ പറഞ്ഞു. മുന്നിലിരുന്ന് വണ്ടി ഓടിക്കുന്ന മണി ശ്രദ്ധിക്കാത്ത രീതിയിൽ ഞാൻ അവളുടെ പാവാടയുടെ വശങ്ങൾ അല്പം നീക്കി. പാൽ പോലെ വെളുത്ത അവളുടെ ആ വയറും ഇടുപ്പും പുറത്തു വന്നു. ആ പച്ച ബ്ലൗസിന് തൊട്ടുതാഴെ അവളുടെ മാംസലമായ ഇടുപ്പിൽ ആ തമിഴന്റെ കൈവിരലുകളുടെ പാട് ചുവന്നു തടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നോക്കിയേ കല്യാണി, അവിടെ നല്ലപോലെ പാടുണ്ട്. ഞാൻ അവളുടെ ആ വെളുത്ത വയറിൽ വിരൽ തൊട്ട് കാണിച്ചു കൊടുത്തു. എന്റെ സ്പർശനത്തിൽ അവളൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു. ഞാൻ ബാഗിൽ നിന്നും ഒരു മൂവ് ട്യൂബ് എടുത്തു. ഇതൊന്ന് പുരട്ടിയാൽ വേദന മാറും, നീ ഇങ്ങനെ ഇരിക്കൂ. ഞാൻ ആ ട്യൂബ് തുറന്ന് അല്പം മൂവ് എടുത്ത് അവളുടെ ആ ഇടുപ്പിലെ ചുവന്ന പാടിൽ പതിയെ പുരട്ടാൻ തുടങ്ങി. എന്റെ വിരലുകൾ അവളുടെ മൃദുവായ വയറിൽ തഴുകിയപ്പോൾ കല്യാണിയുടെ ഭാവം പതുക്കെ മാറാൻ തുടങ്ങി. അവളുടെ ശ്വാസോച്ഛ്വാസം അല്പം വേഗത്തിലായി. ആ മൂവ് പുരട്ടുമ്പോഴുണ്ടാകുന്ന എരിച്ചിലാണോ രിച്ചിലാണോ അതോ എന്റെ വിരലുകളുടെ സ്പർശനമാണോ എന്നറിയില്ല. അവൾ കണ്ണുകൾ പതുക്കെ അടച്ചു സീറ്റിലേക്ക് തലചായ്ച്ചു. അവളുടെ വയറിലെ ആ മടക്കുകളിൽ എന്റെ വിരലുകൾ ചലിക്കുമ്പോൾ അവളിലുണ്ടായ ആ മാറ്റം ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. കൂർഗിലെ തണുപ്പിലേക്ക് എത്തും മുൻപേ കാറിനുള്ളിൽ മറ്റൊരു ലഹരി പടർന്നു. കുറച്ചു സമയം കാറിനുള്ളിൽ നിശബ്ദതയായിരുന്നു. മൂവ് പുരട്ടിയ ശേഷം ഞാൻ കൈ പിൻവലിച്ച് ജനാലയിലൂടെ പുറത്തെ മലനിരകളിലേക്ക് നോക്കിയിരുന്നു. കല്യാണി പതുക്കെ തന്റെ സാരിയും പാവാടയും ഒതുക്കി നേരെയിരുന്നെങ്കിലും അവളുടെ മുഖത്ത് നേരത്തെ കണ്ട ആ പരിഭ്രമം മാറി ഒരുതരം ആലോചന പടർന്നിരുന്നു. പതിയെ അവൾ ആ നിശബ്ദത മുറിച്ചു. അച്ചായ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സങ്കടം തോന്നുമോ? അവൾ പതുക്കെ എന്റെ മുഖത്തേക്ക് നോക്കി. ചോദിക്ക് കല്യാണി, സങ്കടപ്പെടാൻ നമ്മൾ അത്രയ്ക്ക് അപരിചിതരല്ലല്ലോ ഇപ്പോൾ. ഞാനൊരു ചിരിയോടെ മറുപടി നൽകി. അല്ല, ഈ 2 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഇത്രയും പെൺകുട്ടികൾ അച്ചായന്റെ അടുത്ത് വരുന്നുണ്ടോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ശരിക്കും അത്രയും ഡിമാൻഡുണ്ടോ അച്ചായ? അവൾ അല്പം അവിശ്വാസത്തോടെ ചോദിച്ചു. ഞാനൊന്ന് ഉറക്കെ ചിരിച്ചു. മുന്നിലിരുന്ന മണിയും അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. കല്യാണി, നിനക്കിതൊരു വലിയ തുകയായി തോന്നും. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ജോസ് എന്ന അച്ചായന്റെ ബേസിക് പേയ്മെന്റ് ആണ് 2 ലക്ഷം രൂപ. അതെന്റെ ഫോട്ടോകൾക്ക് മാർക്കറ്റിലുള്ള വാല്യൂ ആണ്. ഞാൻ നിന്നെ വിളിച്ചത് നിന്റെ പ്രൊഫൈലിൽ എനിക്കൊരു സ്പാർക്ക് തോന്നിയതുകൊണ്ടാണ്. ഞാൻ സീറ്റിൽ ഒന്നുകൂടെ ചാരിയിരുന്നു. എന്റെ ഷെഡ്യൂൾ നീ ഒന്ന് കണ്ടാൽ മതി. മാസം 10ഉം 15ഉം കുട്ടികളാണ് ഷൂട്ടിനായി ക്യൂ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാവരെയും എടുക്കാറില്ല. ആരെ എടുത്താൽ എന്റെ ബ്രാൻഡ് വാല്യൂ കൂടുമെന്നും ആരെ വളർത്തിയാൽ നാളെ അവർക്ക് ഗുണമുണ്ടാകുമെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അച്ചായൻ പറഞ്ഞത് ശരിയാ കല്യാണി. മണി മുൻസീറ്റിലിരുന്ന് ഇടയിൽ കയറി. അച്ചായൻ കൈവച്ചാൽ പിന്നെ ആ കുട്ടിയുടെ ഗ്രാഫ് അങ്ങ് മുകളിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതും വലിയ ബ്രാൻഡുകൾ അവരെ തേടി വരുന്നതുമൊക്കെ അച്ചായന്റെ ആ ഒരു മാജിക് ഫ്രെയിം കൊണ്ടാ. കല്യാണി അത് കേട്ട് അല്പം ഗൗരവത്തോടെ തലയാട്ടി. അപ്പോൾ ഞാൻ ശരിക്കും ലക്കിയാണല്ലേ? ലക്കി മാത്രമല്ല കല്യാണി, നീ സ്പെഷ്യലുമാണ്. അല്ലെങ്കിൽ ഈ അച്ചായൻ ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ കൂർഗിലേക്ക് കൊണ്ടുപോകില്ലല്ലോ. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അർത്ഥഗർഭമായി പറഞ്ഞു. അവൾ പതുക്കെയൊന്ന് നാണിച്ച് തലതാഴ്ത്തി. അച്ചായന്റെ വാല്യൂ എന്താണെന്നാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടതോടെ അവളുടെ ഉള്ളിലെ ബഹുമാനം ഇരട്ടിയാകുന്നത് എനിക്ക് കാണാമായിരുന്നു. കൂർഗിലെ തണുപ്പിലേക്ക് വണ്ടി അടുക്കുംതോറും ഞങ്ങളുടെ ബന്ധത്തിന്റെ ചൂടും കൂടി വരികയായിരുന്നു. അച്ചായ, ഒരു സമയം കൂടെ? അവൾ അല്പം മടിയോടെ വീണ്ടും എന്നെ വിളിച്ചു. എന്റെ കൊച്ചേ, നിന്റെ സംശയം ഈ അടുത്ത കാലത്ത് എങ്ങാനും തീരോ? ഞാൻ ഒരു ചിരിയോടെ ചോദിച്ചു. അച്ചായ, അവൾ ചെനുങ്ങി. ആ ചോദിക്ക്, ഞാൻ പറഞ്ഞു. വേറൊന്നുമല്ല, എനിക്കറിയാം, ഒരുപാട് താഴെ നിന്നവരെ വരെ അച്ചായൻ മുകളിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. അതിലെന്റെ അത്ര പോലും സാമ്പത്തിക ശേഷിയില്ലാത്തവരുമുണ്ട്. അവരൊക്കെ ലോൺ എടുത്താണോ ഈ ഷൂട്ടിന് വന്നത്? കല്യാണി തന്റെ സംശയം വ്യക്തമാക്കി. അതൊക്കെ ട്രേഡ് സീക്രട്ട് അല്ലേ കല്യാണി? ഞാനൊരു ചിരിയോടെ ആ രംഗം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതറിഞ്ഞിട്ട് ഞാൻ നാളെ ഫോട്ടോഗ്രാഫർ ഒന്നും ആവാൻ പോകുന്നില്ല, പറയേണ്ട അച്ചായ. അവൾ വീണ്ടും ചുനുങ്ങി. അതിപ്പോ എങ്ങനെയാ പറയാൻ നിന്നോട്? ചിലർക്കൊക്കെ ഞാൻ പകുതി പൈസയ്ക്ക് കൊടുക്കും. അച്ചായൻ അത് പറഞ്ഞപ്പോ കല്യാണിയുടെ കണ്ണുകൾ വിടർന്നു. അതാരാ ഈ ചിലർ? ഞാനത്രയും കെഞ്ചി പറഞ്ഞിട്ടല്ലേ. എനിക്ക് 50 കിലോ കുറച്ചേ? അവൾ ചോദിച്ചു. അതൊക്കെ ശരിയാ, പക്ഷേ ഇത് കേസ് വേറെയാ. ഈ വരുന്ന മോഡൽസൊക്കെ കിടന്നു തരാൻ വരെ തയ്യാറായവരാ. കല്യാണി അത് കേട്ടൊന്ന് അത്ഭുതപ്പെട്ടു. എന്നുവെച്ചാൽ? അവൾ ഒരിക്കൽ കൂടെ ചോദിച്ചു. ഞാനൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. എന്നുവെച്ചാ ഇവരെന്റെ കൂടെ സെക്സ് വെക്കും, ഞാൻ പറയുന്ന അത്രയും നാൾ. കല്യാണിക്കതൊരു പുതിയ അറിവാണ്. അവൾ എന്നെ അല്പം പരുങ്ങലോടെ നോക്കി. നീ പേടിക്കണ്ട, സമ്മതമില്ലാതെ അച്ചായൻ ആരെയും തൊടില്ല. ഞാൻ പറഞ്ഞതും കല്യാണി എന്നെയൊന്ന് നോക്കി. അപ്പോ സമ്മതിച്ചാൽ? അവളുടെ ചോദ്യമുയർന്നു.
സമ്മതിച്ചാൽ ഉഴുതുമറിക്കും. ഞാൻ ആരെയും റേപ്പൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുമില്ല അവർക്ക്. സമ്മതമാണെങ്കിൽ മാത്രം. ഇതൊക്കെ എൻ്റെ ഭാര്യയ്ക്കും അറിയാം. കല്യാണി അത് കേട്ട് അത്ഭുതത്തോടെ വാ പൊളിച്ചു. അച്ചായ, ഉള്ളുള്ളതാണോ? പെട്ടെന്ന് മുൻസീറ്റിൽ നിന്നും മണി. എങ്ങനെ പറയാതെയിരിക്കും? ചേട്ടത്തിക്ക് പ്രസവിക്കാനേ നേരമുള്ളൂ. ഇങ്ങേരെ താങ്ങാനുള്ള ശേഷിയൊന്നും പുള്ളിക്കാരത്തിക്കില്ലെന്ന് പറഞ്ഞു അഴിച്ചുവിട്ടേക്കുവാ. അത് കേട്ട കല്യാണി ഒന്നിലക്ക് ചിരിച്ചു. ഡാ കോപ്പേ, നീ വണ്ടി ഓടിച്ചാ മതി, എന്നെ ഓടിക്കണ്ട. ഞാൻ അവനോട് അല്പം കോപത്തോടെ തന്നെ പറഞ്ഞു. അച്ചായ, അതെ, എന്നെ കണ്ടപ്പോൾ സ്പാർക്ക് അടിച്ചെന്ന് പറഞ്ഞില്ലേ, അതെഞ്ചില്ലേ, അതെന്താ അങ്ങനെ? അവൾ ചോദിച്ചു. അത് നിന്നോടെങ്ങനെ പറയാനാ? കേട്ടാൽ നിനക്ക് മോശമായി തോന്നും, അതുകൊണ്ട് വേണ്ട. ഞാൻ ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ കല്യാണി വിടാനുള്ള ലക്ഷണമില്ല. ഇത്രയും ഓപ്പണായി പറഞ്ഞ അച്ചായന് എന്റെ കാര്യം പറയാനാണോ മടി? അവർ ചോദിച്ചു. ശരി, കല്യാണിയോട് പറയാം. പക്ഷെ തെറ്റിദ്ധാരണ പിണക്കമൊന്നും പാടില്ല. ഞങ്ങൾ ആണുങ്ങൾ ഇതിനെ ശരീര ആസ്വാദനമെന്നാണ് പറയുക. കല്ല് വേണമെങ്കിൽ വായ്നോട്ടമെന്നും പറഞ്ഞോ? ഞാൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. ആ, എന്നാ പറഞ്ഞോ, കേൾക്കട്ടെ. ഈ വായ്നോട്ടം എങ്ങനെയാണെന്നും അറിയാലോ? ഞാനൊന്ന് ചിരിച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി. കല്യാണി, നിന്നെ ആദ്യമായി സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എന്റെ ക്യാമറ കണ്ണുകൾ നിന്നെ ഒരു മോഡലായല്ല, ഒരു മികച്ചികച്ച ശില്പമായിട്ടാണ് കണ്ടത്. നിന്റെ ആ വടിവൊത്ത ശരീരം, അതൊരു ശരാശരി മലയാളിയുടേതല്ല. നല്ല സ്ട്രക്ചറുള്ള ആ ബോഡി, പ്രത്യേകിച്ച് നിന്റെ ആ വലിയ മാറിടങ്ങളും ആ ഒതുങ്ങിയ ശരീരവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് അപൂർവമാണ്. സാരിക്കിടയിലൂടെ കണ്ട നിന്റെ ആ മാംസലമായ വയർ, അതിലൊരു പ്രത്യേക വശ്യതയുണ്ട്. നീ എഴുന്നേറ്റ് നടന്നപ്പോൾ നിന്റെ നിതംബങ്ങളുടെ ആ താളം, അതൊക്കെ കാണുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിന്റെയും മനസ്സിൽ ഒരു സ്പാർക്ക് വരും. ഇത്തരമൊരു രൂപത്തെ എന്റെ ഫ്രെയിമിൽ കിട്ടിയാൽ, ലൈറ്റിംഗും ആംഗിളും കൃത്യമായി ഉപയോഗിച്ചാൽ നിന്നെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള മോഡലാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. അതാണ് ആ സ്പാർക്ക്. അച്ചായന്റെ ഈ തുറന്ന സംസാരം കേട്ടപ്പോൾ കല്യാണിയുടെ മുഖത്ത് ഒരു നാണം വിരിഞ്ഞു. തന്റെ ശരീരത്തെ ഇത്രത്തോളം കൃത്യമായും വശ്യമായും ഒരാൾ വിവരിക്കുന്നത് അവൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. യാത്ര തുടർന്നു. മലനിരകൾ പിന്നിടുമ്പോൾ തണുപ്പ് കൂടി വന്നു. ദീർഘനേരത്തെ യാത്രയുടെ ക്ഷീണം കല്യാണിയെ തളർത്തുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ അച്ചായന്റെ തോളിലേക്ക് ചാഞ്ഞു. അച്ചായ, എനിക്ക് നല്ല ഉറക്കം വരുന്നു, അവൾ മടിയോടെ പറഞ്ഞു. സാരമില്ല കല്ലു, നീയൊന്ന് ഉറങ്ങിക്കോ. റിസോർട്ടിലെത്താൻ ഇനിയും സമയമെടുക്കും. ഞാൻ അവളുടെ തല പതുക്കെ എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവൾ എന്റെ നെഞ്ചിൽ തല ചായ്ച്ചു, കണ്ണുകളടച്ചു. എന്റെ ഷർട്ടിലെ പെർഫ്യൂമിന്റെയും പുരുഷഗന്ധത്തിന്റെയും മിശ്രിതം അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ മണം അവളെ കൂടുതൽ ആശ്വാസത്തോടെ ഉറക്കത്തിലേക്ക് നയിച്ചു. അവൾ ഉറങ്ങിയതോടെ എന്റെ ഉള്ളിലെ കാമചിന്തകൾ ഉണരാൻ തുടങ്ങി. എന്റെ നെഞ്ചിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ആ വെളുത്ത സുന്ദരി, അവളുടെ മുടിയിഴകളിൽ നിന്നും വരുന്ന ആ കാച്ചിയ എണ്ണയുടെ ഗന്ധവും മുടിയിൽ ചൂടിയിടുന്ന മുല്ലപ്പൂവിന്റെ മണവും എന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചുകയറി. ആ മണം എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചു. എന്റെ നെഞ്ചിൽ തട്ടി നിൽക്കുന്ന അവളുടെ ആ മൃദുവായ മാറിടങ്ങളുടെ സ്പർശനം, കാറിന്റെ കുലുക്കത്തിനൊപ്പം അവളുടെ ശരീരം എന്നിലേക്ക് കൂടുതൽ ഒട്ടിനിൽക്കുമ്പോൾ, കൂർഗിലെ ആ മഞ്ഞിൽ അവൾക്കൊപ്പം ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ച് എന്റെ മനസ്സ് മതിച്ചു. കല്യാണി നല്ല ഉറക്കത്തിലാണ്. അവളുടെ നിശ്വാസം എന്റെ നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. ഈ തണുത്ത യാത്രയുടെ അവസാനം അവൾക്കായി കരുതിവെച്ചിരിക്കുന്ന ആ റിസോർട്ടിലെ ഏകാന്തതയിൽ ഈ കാർ ഓടിക്കുന്നതിന്റെ ഇടയിൽ മണിയും ഞങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. അവളെപ്പോലൊരു ചരക്ക് എന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നത് കണ്ട് അവന് അസൂയ തോന്നി. ഞാൻ അഭിമാനത്തോടെ അവനെ നോക്കി. അവളുടെ തോളിൽ കൈയിട്ട് എന്നോട് ചേർത്തു. കൂർഗിലെ തണുപ്പും മഞ്ഞും പുതച്ച ആ സായാഹ്നത്തിൽ ഞങ്ങൾ ആഡംബര റിസോർട്ടിലെ വില്ലയിൽ എത്തിച്ചേർന്നു. മനോഹരമായ 2 കിടപ്പുമുറികളും വിശാലമായ ഒരു ഹാളും ചേർന്ന ഒരു വില്ലയായിരുന്നു അത്. യാത്ര കഴിഞ്ഞെത്തിയതിന്റെ ആലസ്യം മാറ്റാനായി ഞങ്ങൾ വേഗം തന്നെ മുറികളിലേക്ക് തിരിഞ്ഞു. ഒരു മുറിയിൽ കലിയിൽ കല്യാണിയും മറ്റൊന്നിൽ ഞാനും മണിയും കയറി. രാത്രി ഭക്ഷണത്തിനായി പുറത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായി ഹാളിൽ കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞു. തന്റെ മുറിയുടെ വാതിൽ തുറന്നു പുറത്തേക്ക് വന്ന കല്യാണിയെ കണ്ടതും എന്റെയും മണിയുടെയും കണ്ണുകൾ ഒരേപോലെ വിടർന്നു. യാത്രയിൽ കണ്ട ആ നാടൻ പെൺകുട്ടിയായിരുന്നില്ല ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്നിരുന്നത്. നിയോൺ പച്ച നിറത്തിലുള്ള ഷോർട്സും അതിനു മുകളിൽ അതേ നിറത്തിലുള്ള അയഞ്ഞ ലോങ് ഷർട്ടും ധരിച്ചാണ് അവൾ എത്തിയത്. ഷർട്ടിനുള്ളിൽ വെള്ള നിറത്തിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് മാത്രമാണ് അവൾ ഇട്ടിരുന്നത്. ആ വസ്ത്രധാരണത്തിൽ അവളുടെ രൂപം വല്ലാതെ മാറിയിരുന്നു. ക്രോപ്പ് ടോപ്പിനുള്ളിൽ അവളുടെ ആ 34 സൈസ് മാറിടങ്ങൾ വല്ലാതെ വിങ്ങി നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഷർട്ടിന്റെ ബട്ടണുകൾ ഇടാത്തതിനാൽ അവളുടെ ആ വെളുത്തു തുടുത്ത വയറും ആഴമുള്ള പൊക്കിൾ ചുടിയും ഷോർട്സ് ഇട്ടിരുന്നതിനാൽ അവളുടെ നീണ്ട വെളുത്ത തുടകൾ പൂർണ്ണമായും വെളിവാക്കപ്പെട്ടിരുന്നു.
കൂർഗിലെ ആ രാത്രിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ ചർമ്മം വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. മണിവാ പൊളിച്ചു അവളെ നോക്കി നിൽക്കുകയാണ്. അവന്റെ നോട്ടം അവളുടെ തുടകളിലൂടെയും വയറിലൂടെയും ആക്രാന്തത്തോടെ പാഞ്ഞു നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഇത്രയും വശ്യമായ ഒരു ശരീരത്തെ ഇത്ര അടുത്തു കാണുമ്പോൾ ഏതൊരു പുരുഷനും നിയന്ത്രണം നഷ്ടപ്പെടും. അവളുടെ ഓരോ ചലനത്തിലും ആ ഷർട്ട് കാറ്റിൽ അല്പം പാറുമ്പോൾ കൂടുതൽ ഭാഗങ്ങൾ വെളിവാകുന്നത് കണ്ട് എന്റെ ഉള്ളിൽ കാമം ജ്വലിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആർത്തിയോടെ അവളെത്തന്നെ നോക്കി നിൽക്കുന്നത് കല്യാണി രഹസ്യമായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലൊരു പ്രത്യേക സുഖം പടർന്നു. തന്റെ ശരീര സൗന്ദര്യത്തിൽ ഈ കടുത്തനായ അച്ചായനും അസിസ്റ്റന്റും മതിമറന്നു നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നി. അവൾ മനഃപൂർവ്വം തന്റെ മുടിയൊന്ന് ഒതുക്കിവെക്കുന്ന ഭാവത്തിൽ കൈകൾ ഉയർത്തി. ആ ചലനത്തിൽ അവളുടെ ക്രോപ്പ് ടോപ്പ് അല്പം കൂടി മുകളിലേക്ക് കയറുകയും അവളുടെ വയറിന്റെ കൂടുതൽ ഭാഗം തെളിയുകയും ചെയ്തു. ഞങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നത് അവളിലൊരു ചെറിയ ലഹരിയുണ്ടാക്കി. എന്താ അച്ചായ ഇങ്ങനെ നോക്കുന്നത്? ഡ്രസ്സ് ശരിയായില്ലേ? അവളൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ശരിയാവാതിരിക്കാൻ എന്ത് കുഴപ്പമാ കല്ലു? നീ ഇതെന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുമല്ലോ. ഞാൻ എന്റെ ഉള്ളിലെ ആഗ്രഹം ഒളിപ്പിച്ചു വെക്കാതെ തന്നെ പറഞ്ഞു. മണി പതുക്കെ എന്റെ ചെവിയിൽ മന്ത്രിച്ചു. അച്ചായ, ഇവളിപ്പോ ഒരു പടക്കം പോലെയുണ്ട്. ആ തുടകളൊക്കെ കണ്ടോ? ഒന്ന് തൊടാൻ പോലും പേടിയാകും, അത്രയും സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. കല്യാണി മണി പറഞ്ഞത് കേട്ടില്ലെങ്കിലും അവന്റെ കണ്ണുകളിലെ ആർത്തി അവൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. കൂർഗിലെ ആ രാത്രിയിൽ ആ തണുപ്പില്ലാത്ത അന്തരീക്ഷത്തിലും അവളുടെ ശരീരത്തിൽ നിന്നുള്ള ചൂട് ഞങ്ങളിലേക്ക് പടരുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ ഞങ്ങളുടെ നോട്ടം ഒരു ശല്യമായല്ല, മറിച്ച് തന്റെ സൗന്ദര്യത്തിനുള്ള അംഗീകാരമായാണ് തോന്നിയത്. വാ, നമുക്ക് പോകാം. ഞാൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു. ആ വശ്യമായ വേഷത്തിൽ അവൾ നടന്നു നീങ്ങുമ്പോൾ അവളുടെ പാദസരങ്ങൾ കിലുങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിന്റെ സുഗന്ധവും ആ മനോഹരമായ കാഴ്ചയും ഞങ്ങളുടെ ഉള്ളിലെ കാമാഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പിന്നെ അധികം വൈകിച്ചില്ല. രാത്രിയിലെ മനോഹരിയായ കൂർഗ് കാണുവാൻ ഞങ്ങൾ മൂന്നും ഇറങ്ങി. നല്ല കാഴ്ചയുള്ള ഇടങ്ങളിൽ കല്യാണി അവളുടെ ഐഫോണിൽ ഫോട്ടോകളെടുത്തു. ഞാനും അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോസ് എടുത്തു കൊടുത്തു. കിട്ടുന്ന നല്ല ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസായി അവൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ഞാനതിനൊന്നും മുതിർന്നില്ല. ഇമേജ് പിന്നീട് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ പബ്ബായിരുന്നു. ഞാൻ കല്യാണിയെ നോക്കി. നീ കുടിക്കുമോ? അവൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഹാ, ഇടയ്ക്ക്. ആ മറുപടിയിൽ ഒരു കള്ളത്തരമുണ്ട്. ഞാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഇടക്കോ? എന്റെ ചോദ്യത്തിൽ വീണ്ടും കല്ലുവിന്റെ മുഖത്ത് കുസൃതി നിറഞ്ഞു. അല്ല, ഇടയ്ക്കിടയ്ക്ക്, അവൾ പറഞ്ഞു. നീ കൊള്ളാലോടി? ഞാൻ പറഞ്ഞു. പപ്പക്ക് കമ്പനി ഞാനാ. അപ്പോ പിന്നെ എറണാകുളത്ത് പോകുമ്പോ പബ്ബിൽ പോക്കുണ്ട്, അവൾ പറഞ്ഞു. നീ നാടന ആണെന്നാണല്ലോടി കരുതിയേ? ഞാൻ ചോദിച്ചു. ഞാൻ മിക്സ് ജെൻസി അല്ലേ അച്ചായ? അവൾ കിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഓ ശരി ശരി, മുമ്പ് പോയത് നന്നായി. ഇനി ഞാനായി പിഴപ്പിക്കണ്ടല്ലോ, ഓൾറെഡി പിഴയാണല്ലോ. എന്റെ തുറന്ന സംസാരം കേട്ട് അവളൊന്ന് ഞെട്ടി. പിന്നെ എന്നെയൊന്ന് ഇരുത്തി നോക്കി. പിഴ എന്നുദ്ദേശിച്ചത് ആ അർത്ഥത്തിലല്ല, ഞാൻ പറഞ്ഞു. അവൾ പിന്നെ അതൊരു ചിരിയോടെ അവഗണിച്ചു. ശേഷം ഞങ്ങൾ അകത്തേക്ക് പോയി. പബ്ബിലെ ആ രാത്രി മനോഹരമായിരുന്നു. മങ്ങിയ നീല വെളിച്ചവും ബേസ് കൂടിയ മ്യൂസിക്കും പബ്ബിന്റെ അന്തരീക്ഷത്തെ വല്ലാതെ മാറ്റിമറിച്ചു. ഞങ്ങൾ ഒരു സൈഡ് ടേബിൾ പിടിച്ചു. 3 ബിയർ ഓർഡർ ചെയ്തു. കല്യാണി വളരെ ലാഘവത്തോടെയാണ് ബിയർ ഗ്ലാസ് കയ്യിലെടുത്തത്. അവൾ പറഞ്ഞത് സത്യമാണ്. ഈ കാര്യത്തിൽ അവൾ നേരത്തെ തന്നെ കൈതെളിയിച്ച ഐറ്റമാണ്. 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും മദ്യത്തിന്റെ ചെറിയ ലഹരി മൂവരിലും പടർന്നു തുടങ്ങി. കല്യാണിയുടെ കണ്ണുകളിൽ ആ ലഹരിയുടെ ഒരു തിളക്കം എനിക്ക് കാണാമായിരുന്നു. മ്യൂസിക് കുറച്ചുകൂടി കടുപ്പമായപ്പോൾ മണി ആവേശത്തിലായി. കല്ലു, നമുക്കൊന്ന് ചുവടുവെച്ചാലോ? മണി ചോദിച്ചതും അവൾ സന്തോഷത്തോടെ സമ്മതിച്ചു. മണിയും കല്യാണിയും ഡാൻസ് ഫ്ലോറിലേക്ക് നീങ്ങി. ഞാൻ എന്റെ ബിയറിൽ ഒരു സിപ്പെടുത്ത് കസേരയിലേക്ക് ചാരിയിരുന്ന് അവരെ നിരീക്ഷിച്ചു. ഡാൻസ് കളിക്കുന്നതിനിടയിൽ മണി അവളെ ആസ്വദിക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ആ വെളുത്ത തുടകളും ക്രോപ്പ് ടോപ്പിനുള്ളിൽ വിങ്ങി നിൽക്കുന്ന അവളുടെ മാറിടങ്ങളും അവൾ അറിയാതെ തന്നെ മണിയുടെ നോട്ടത്തിന് ഇരയാകുന്നുണ്ട്. കല്യാണി കൈകൾ ഉയർത്തി താളത്തിനൊത്തു നൃത്തം ചെയ്യുമ്പോൾ അവളുടെ ഷോർട്ട്സും ടോപ്പും തമ്മിലുള്ള വിടവ് കൂടാറുണ്ട്. ആ സമയം അവളുടെ ആ മിനുസമുള്ള വയറിൽ മണിയുടെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നു. ഇടയ്ക്ക് മനഃപൂർവ്വമെന്നോണം മണി അവളുടെ അരികിലേക്ക് ഒട്ടി നിൽക്കുകയും അവളുടെ ശരീരത്തിന്റെ ചൂട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണി അതെല്ലാം ഒരു തമാശയായി കണ്ട് ലഹരിയുടെ ആനന്ദത്തിൽ ആറാടി. ഞാൻ വലിയ ഡാൻസുകാരനൊന്നുമല്ല. അതുകൊണ്ടുതന്നെ ആ തിരക്കിനിടയിലേക്ക് കയറാൻ എനിക്ക് വലിയ താൽപ്പര്യമില്ലായിരുന്നു. പക്ഷേ കല്യാണി എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അച്ചായ, ഇങ്ങനെ അവിടെ ഇരുന്ന് നോക്കിയാൽ മതിയോ? വാ അച്ചായ. അവൾ ഓടിവന്ന് എന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. എനിക്കിത് ശീലമില്ലടി കല്ലു, നീ കളിക്ക്. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല.
അവൾ എന്റെ കൈയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് എന്നെ ഫ്ലോറിലേക്ക് കൊണ്ടുപോയി. അവളുടെ കൂടെ ഡാൻസ് ഫ്ലോറിലെത്തിയപ്പോൾ എന്റെ നിയന്ത്രണം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. കല്യാണി എന്നെ ചേർന്ന് നിന്നാണ് ചുവട് വെക്കുന്നത്. അവളുടെ ആ നഗ്നമായ കൈകൾ എന്റെ തോളിൽ ചുറ്റിപ്പിടിച്ചു. അവളിൽ നിന്നും വരുന്ന ആ കാച്ചിയ എണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും മണം ലഹരിയുമായി കലർന്ന് എന്റെ തലയ്ക്ക് പിടിച്ചു. ഡാൻസിനിടയിൽ അവളുടെ മാംസലമായ ആ തുടകൾ എന്റെ കാലുകളിൽ ഉരസുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ എന്നിലേക്ക് ഒന്നുകൂടി അടുത്തു. അവളുടെ ആ 34 സൈസ് മാറിടങ്ങൾ എന്റെ നെഞ്ചിലമർന്നു. ആ സ്പർശനത്തിനത്തിൽ എന്റെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞു. ക്രോപ്പ് ടോപ്പിനും ഷോർട്സിനുമിടയിലുള്ള അവളുടെ ആ നഗ്നമായ വയർ എന്റെ കൈകളിൽ തട്ടിയപ്പോൾ എന്റെ കാമവികാരങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ലഹരിയുടെയും അവളുടെ സാമീപ്യത്തിന്റെയും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അവൾ പതുക്കെ എന്റെ ചെവിയിൽ മന്ത്രിച്ചു, "അച്ചായ, കൂർഗ് ശരിക്കും പൊളിച്ചുവല്ലേ?" അവളുടെ ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ പച്ച വെളിച്ചത്തിൽ അവൾ കൂടുതൽ വശ്യമായി തോന്നി. ഒരു ശില്പം പോലെ കൊത്തിയെടുത്ത ആ ശരീരത്തെ എങ്ങനെയൊക്കെ സ്വന്തമാക്കാമെന്ന ചിന്ത എന്റെ തലയിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. പബ്ബിലെ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. കല്യാണിയും മണിയും ശരിക്കും പൂസായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ രണ്ടുപേർക്കും കാലുകൾ ഉറയ്ക്കുന്നില്ല. മണി ഒരു വശത്തേക്ക് ചരിഞ്ഞു വീഴാൻ നോക്കുമ്പോൾ കല്യാണി മറ്റേ വശത്തേക്ക് ആടുന്നു. ഭാഗ്യത്തിന് എനിക്ക് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ബോധം മറഞ്ഞിരുന്നില്ല. രണ്ടുപേരെയും താങ്ങിപ്പിടിച്ച് വണ്ടിയിൽ കയറ്റുക എന്നത് ഒരു വലിയ പണി തന്നെയായിരുന്നു. തിരികെ പോകും വഴി ഹൈവേ സൈഡിലുള്ള ഒരു കടയിൽ നിന്നും ഞങ്ങൾ 3 മന്തി ഓർഡർ ചെയ്തു. മദ്യത്തിന്റെ ലഹരിയിൽ വിശപ്പ് കൂടുമെന്ന് എനിക്കറിയാം. റൂമിലെത്തിയ പാടെ മണി ഒരു വന്യമൃഗത്തെപ്പോലെ തന്റെ മന്തി പാക്കറ്റ് തുറന്ന് ആർത്തി പിടിച്ചു കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതും പ്ലേറ്റ് മാറ്റാൻ പോലും നിൽക്കാതെ അവൻ സോഫയിൽ തന്നെ കിടന്നു മയങ്ങിപ്പോയി. അവൻ നല്ല ആട്ടത്തിലായതുകൊണ്ടതുകൊണ്ട് ഇനി എഴുന്നേൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. കല്യാണി തന്റെ മുറിയിലേക്ക് കയറിപ്പോയിട്ട് കുറച്ചു നേരമായി. അവളെ പിന്നെ പുറത്തേക്ക് കണ്ടില്ല. അവൾ ആ പച്ച ഷോർട്സിലും ക്രോപ്പ് ടോപ്പിലും അബോധാവസ്ഥ. ഞാൻ ഒരു പ്ലേറ്റിൽ മന്തിയും ചിക്കനും വിളമ്പി അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. പതുക്കെ വാതിൽ തല്ലി തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. കല്യാണി ബെഡിൽ മലർന്നു കിടക്കുകയാണ്. അവളുടെ ആ നിയോൺ പച്ച ഷർട്ട് പകുതിയും തോളിൽ നിന്നും ഊർന്നു മാറിയിരിക്കുന്നു. വെള്ള ക്രോപ്പ് ടോപ്പിനുള്ളിൽ അവളുടെ മാറിടങ്ങൾ ആ വിങ്ങലിൽ ഉയർന്നു താഴുന്നത് മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഷോർട്സ് ഇട്ട ആ വെളുത്ത തുടകൾ വിടർത്തി വെവർത്തി വെച്ച് പാൽ നിറമുള്ള വയർ പൂർണ്ണമായും പുറത്തു കാണുന്ന രീതിയിലാണ് അവൾ കിടക്കുന്നത്. ലഹരിയുടെ അമിതഭാരത്താൽ അവൾ കണ്ണുകൾ പാതി തുറന്നും അടച്ചും എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. "കല്ലു, എഴുന്നേൽക്ക്, ഇത് കഴിക്ക്." ഞാൻ പ്ലേറ്റുമായി അവളുടെ ചരികിൽ ചെന്നിരുന്നു. എന്റെ ശബ്ദം കേട്ട് അവൾ പതുക്കെ കണ്ണു തുറന്നു. ലഹരിയുടെ ആ ചുവപ്പ് പടർന്ന കണ്ണുകളിൽ ഒരുതരം മതാലസത ഉണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ കൈകൾ കൊണ്ട് എന്റെ തോളിൽ ചുറ്റിപ്പിടിച്ചു പതുക്കെ എഴുന്നേറ്റിരുന്നു. ആ ഇരിപ്പിൽ അവളുടെ വസ്ത്രങ്ങൾ കൂടുതൽ അലങ്കോലമായി. അവളുടെ ശരീരത്തിൽ നിന്നുള്ള ആ വശ്യമായ ഗന്ധം എന്റെ ബോധം മറയ്ക്കുന്നതുപോലെ തോന്നി. ബെഡിൽ പാതി മയക്കത്തിൽ കിടന്ന കല്യാണിയെ ഞാൻ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ ശരീരം ഒരു നൂൽ പോലെ വഴങ്ങുകയായിരുന്നു. "വാ കല്ലു, മുഖമൊന്ന് കഴുകാം, എന്നിട്ടിത് കഴിക്ക്." ഞാൻ അവളെ താങ്ങിപ്പിടിച്ചു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. തണുത്ത വെള്ളം മുഖത്തടിച്ചതും അവൾക്ക് ചെറിയൊരു ബോധം തിരിച്ചു കിട്ടി. പക്ഷേ ആ ലഹരി അവളെ ഇപ്പോൾ ഒരു കുറുമ്പിയായ കൊച്ചുകുട്ടിയെപ്പോലെ മാറ്റിയിരിക്കുന്നു. കണ്ണുകൾ വിടർത്തി അവൾ എന്നെ നോക്കി ചിണുങ്ങാൻ തുടങ്ങി. "എനിക്ക് വയ്യ അച്ചായ, എനിക്ക് ഉറക്കം വരുന്നു," അവൾ കിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. തിരികെ ബെഡിൽ വന്നിരുന്നപ്പോൾ ഞാൻ മന്തി പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് നീട്ടി. "ഇത് മുഴുവൻ കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല, അച്ചായൻ എനിക്ക് വാരി തരണം," അവൾ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അവൾ ധരിച്ചിരുന്ന ആ പച്ച ഷർട്ടിന്റെ ബട്ടണുകൾ വലിച്ചൂരി ഷർട്ട് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവൾ വെറും ആ വെള്ള ക്രോപ്പ് ടോപ്പിലും പച്ച ഷോർട്സിലുമായി എന്റെ മുന്നിലിരിക്കുകയാണ്. ആ ക്രോപ്പ് ടോപ്പിനുള്ളിൽ അവളുടെ മാറിടങ്ങൾ ശ്വാസോച്ഛ്വാസത്തിനൊപ്പം വിങ്ങുന്നതും പാൽനിറമുള്ള വയറിലെ ആ വശ്യമായ ചുഴിയും കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം പാടെ പോയി. "അച്ചായ, എനിക്ക് അച്ചായന്റെ മടിയിലിരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല," അവൾ വാശി പിടിച്ചു. ലഹരിയിലാണെങ്കിലും അവൾ കാട്ടുന്ന ഈ വികൃതികൾ എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഞാൻ പതുക്കെ കസേരയിലിരുന്ന് അവളെ എന്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി. മന്തിയുടെ ഒരു ഉരുള അവൾക്ക് നേരെ നീട്ടുമ്പോൾ എന്റെ ശ്വാസം വല്ലാതെ വേഗത്തിലായി. എന്റെ മടിയിൽ അമർന്നിരിക്കുന്ന അവളുടെ ആ പുഷ്ടിയുള്ള ചന്തികൾ എന്റെ ലിംഗത്തിൽ ഓരോ തവണ ഉരസുമ്പോഴും ഉള്ളിലൊരു പെരുക്കം അനുഭവപ്പെട്ടു. ആ ഷോർട്സിനുള്ളിലെ അവളുടെ തുടകളുടെ ചൂട് എന്റെ കാലുകളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. ഓരോ ഉരുള കഴിക്കുമ്പോഴും അവൾ പതുക്കെ എന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകിടക്കും. അവളുടെ ആ മാംസലമായ നിതംബങ്ങൾ
എന്റെ മടിയിൽ താളത്തിൽ അമരുമ്പോൾ കിട്ടുന്ന സുഖം വിവരണാതീതമായിരുന്നു. കല്യാണി ഇതൊന്നും അറിയാതെ തന്റെ കുറുമ്പുകൾ തുടർന്നു. അച്ചായന്റെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആനന്ദത്തിലായിരുന്നു അവൾ. പക്ഷേ എന്റെ അവസ്ഥ അതായിരുന്നില്ല. മടിയിലിരുന്ന് വെളുത്ത വയർ കാട്ടിച്ചുനുങ്ങുന്ന ഈ മാദക സൗന്ദര്യത്തെ എപ്പോൾ എങ്ങനെയൊക്കെ ആസ്വദിക്കാം എന്ന ചിന്തയിൽ എന്റെ രക്തം തിളച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് പ്ലേറ്റ് മാറ്റിവെച്ചപ്പോഴും കല്യാണി എന്റെ മടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ലഹരിയുടെ പുറത്ത് അവൾ കൂടുതൽ ലാഘവത്തോടെ എന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ ചുണ്ടിന്റെ കോണിൽ അല്പം മന്തിയുടെ നെയ്യ് പറ്റിയിരിക്കുന്നത് ഞാൻ കണ്ടു. കല്ലു, നിന്റെ വാ നോക്കിയേ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പതുക്കെ ചുണ്ട് കൂർപ്പിച്ചു എന്നെ നോക്കി. അച്ചായൻ തന്നെ തുടച്ചു തന്നാൽ മതി, എനിക്ക് വയ്യ എഴുന്നേൽക്കാൻ. അരികിലിരുന്ന ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ അവളുടെ ആ ചുവന്ന ചുണ്ടുകൾ പതുക്കെ തുടച്ചുകൊടുത്തു. എന്റെ വിരലുകൾ അവളുടെ മുഖത്ത് സ്പർശിച്ചപ്പോൾ അവൾ കണ്ണുകൾ പതുക്കെ അടച്ചു. ആ സ്പർശനം അച്ചായ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അവൾ ചിനുങ്ങിക്കൊണ്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചോദിക്കെന്റെ കൊച്ചേ, നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? ഞാൻ അവളുടെ മുടിയിഴകൾ പതുക്കെ ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. അച്ചായൻ എന്തിനാ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നത്? ഈ പൈസ കുറച്ചു തന്നതും പബ്ബിൽ കൊണ്ടുപോയതും ഇപ്പോൾ മടിയിലിരുത്തി ഭക്ഷണം തന്നതും ഇതെല്ലാ മോഡൽസിനോടും ഇങ്ങനെയാണോ? അവളുടെ ചോദ്യത്തിൽ ഒരു തരം കുസൃതിയും അതോടൊപ്പം ചെറിയൊരു ഗൗരവവും ഉണ്ടായിരുന്നു. ഞാനൊന്ന് പുഞ്ചിരിച്ചു. നോക്ക് കല്യാണി, അച്ചായനൊരു പച്ചയായ മനുഷ്യന്. എനിക്കിഷ്ടം തോന്നിയാൽ ഞാനത് കാണിക്കും. നിന്നോടെനിക്ക് ആദ്യമേ ഒരു പ്രത്യേക താൽപ്പര്യം തോന്നിയിരുന്നു. നിന്റെ ഈ കുറുമ്പും നിഷ്കളങ്കതയും പിന്നെ നിന്റെ ഈ രൂപവും അതെന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാവർക്കും ഒന്നും അച്ചായന്റെ മടിയിലിരിക്കാൻ പെർമിഷൻ കിട്ടില്ല. അവളൊന്ന് കിലുകിലാ ചിരിച്ചു. അപ്പോൾ ഞാൻ സ്പെഷ്യലാണല്ലേ? എനിക്കറിയാമായിരുന്നു. അച്ചായൻ എന്നെ നോക്കുന്ന ആ നോട്ടമുണ്ടല്ലോ, അത് കാണുമ്പോഴേ എനിക്ക് മനസ്സെൻസിലാകും ഉള്ളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന്. ഓ, നീ അത്ര വലിയ കാര്യസ്ഥിയായോ? കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് നിനക്ക് ദോഷമായിട്ടൊന്നും വരില്ലല്ലോ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ അല്പം തന്റേടത്തോടെ തന്നെ ചോദിച്ചു. വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അച്ചായ ഞാൻ ഈ രാത്രി ഇങ്ങനെ ഇരിക്കുന്നത്? അവളെന്റെ ഷർട്ടിന്റെ കോളറിൽ പതുക്കെ പിടിച്ചു വലിച്ചു. അച്ചായൻ കാണാൻ നല്ല ഗമയുണ്ട് കേട്ടോ. ആ ജിംബോഡിയും ഈ സംസാരവുമൊക്കെ കണ്ടാൽ ഏത് പെണ്ണുമൊന്ന് വീണുപോകും. അവളുടെ ആ തുറന്നു പറച്ചിൽ എന്റെ ഉള്ളിലെ കാമത്തെ ഒന്നുകൂടി ഉണർത്തി. ലഹരിയുടെ പുറത്താണെങ്കിലും അവൾ എന്നോട് കാണിക്കുന്ന ഈ അടുപ്പം കാര്യങ്ങൾ എളുപ്പമാക്കുന്നു എന്നെനിക്ക് തോന്നി. നീ അധികം സോപ്പിടണ്ട കല്ലു. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോ? ഞാൻ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, എനിക്ക് കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരിക്കണം. അച്ചായന്റെ നെഞ്ചിന് നല്ല ചൂടാണ്. ഈ തണുപ്പത്തിങ്ങനെ ഇരിക്കാനാ എനിക്കിഷ്ടം. അവൾ വീണ്ടും എന്റെ നെഞ്ചിലേക്ക് ഒട്ടിയിരുന്നു. അവളുടെ ആ മാംസലമായ ശരീരത്തിന്റെ ചൂടും കാച്ചിയ എണ്ണയുടെ ഗന്ധവും എന്റെ മടിയിൽ അമർന്നിരിക്കുന്ന ആ ചന്തികളുടെ സ്പർശനവും എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ കല്യാണി എന്ന മാദകസുന്ദരി എന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന ബോധം എന്നെ കൂടുതൽ ആവേശം കൊള്ളിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ മുറിയിലെ മങ്ങിയ വെളിച്ചം അവളിലെ വശ്യതയെ ഒന്നുകൂടി എടുത്തുകാട്ടുന്നുണ്ടായിരുന്നു. എന്റെ മടിയിലിരുന്നുകൊണ്ട് അവൾ അവളുടെ വെളുത്തു തുടുത്ത വയറിൽ പതുക്കെ തഴുകി. എന്നിട്ട് ആ കുസൃതി കണ്ണുകൾ ഉയർത്തി എന്നെ നോക്കി. അതെ അച്ചായ, വണ്ടിയിൽ വെച്ച് അച്ചായൻ പറഞ്ഞില്ലേ എന്റെ രൂപം കണ്ടപ്പോ സ്പാർക്ക് അടിച്ചെന്ന്. ശരിക്കും എന്റെ ഏത് ഭാഗം കണ്ടപ്പോഴാ അച്ചായന്റെ കണ്ണ് തല്ലിയത്? അവൾ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഞാൻ അവളുടെ ഇടുപ്പിലൂടെ പതുക്കെ കൈ ചേർത്ത് പിടിച്ചു. അത് പിന്നെ പ്രത്യേകിച്ചൊരു ഭാഗമെന്ന് പറയാൻ പറ്റില്ലല്ലോ കല്ലു. നിന്റെ ആ മൊത്തത്തിലുള്ള ഫിനിഷിംഗ് ആണ് എന്നെ ആകർഷിച്ചത്. ഈ വയറിലെ വടിവും നീ നടക്കുമ്പോൾ ആടുന്ന ആ താളവുമൊക്കെ കാണുമ്പോൾ ഏതൊരു ഫോട്ടോഗ്രാഫർക്കും അതൊന്ന് ഫോക്കസ് ചെയ്യാൻ തോന്നും. ഓ, ഫോക്കസ് മാത്രം മതിയോ? അച്ചായൻ നല്ലോണം സൂം ചെയ്തു നോക്കുന്നുണ്ടായിരുന്നല്ലോ. അവൾ എന്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് വരച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ ഷോർട്സ് ഇട്ട് വന്നപ്പോൾ അച്ചായന്റെയും മണിച്ചേട്ടന്റെയും കണ്ണുപോയ പോക്ക് ഞാൻ കണ്ടതാ. എന്റെ കാലുകൾക്ക് അത്രയ്ക്ക് ഭംഗിയുണ്ടോ അച്ചായ? ഭംഗി മാത്രമല്ലടി, നല്ലൊരു ഗ്രിപ്പുമുണ്ട്. ഞാൻ അല്പം അർത്ഥം വെച്ച് ചിരിച്ചു. നിന്നെപ്പോലൊരു ഐറ്റത്തിനെ കയ്യിൽ കിട്ടുമ്പോൾ ആരുമൊന്ന് പതറിപ്പോകും. നിന്റെ ഈ ലോഡിംഗ് കണ്ടാൽ ഏതൊരു എഞ്ചിനും ഒന്ന് ചൂടാകും. അച്ചായൻ ഇത് കുറേ കണ്ടിട്ടുള്ളതാ. പക്ഷെ നിന്റേതൊരു പ്രത്യേക ക്വാളിറ്റിയാ. അവളൊന്ന് ചിനുങ്ങി. അച്ചായൻ എപ്പോഴും ഇങ്ങനെ ഡബിൾ മീനിങ് ആണോ സംസാരിക്കാറുള്ളത്? എനിക്കതൊന്നും അത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാഞ്ഞിട്ടല്ല, നീ അത് ആസ്വദിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പച്ച ഷർട്ടും ഊരിയെറിഞ്ഞ് എന്റെ മടിയിലിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അവളുടെ കഴുത്തിന് താഴെയുള്ള ആ വെള്ള ചലിപ്പിച്ചു ക്രോപ്പ് ടോപ്പിന്റെ അരികിലേക്ക് വിരൽ പതുക്കെ. നിന്റെ ഈ ലെൻസ് കവറൊക്കെ ഒന്ന് മാറ്റി കൃത്യമായി ഷൂട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് തൃപ്തിയാകൂ. അതിന് നീ സഹകരിക്കില്ലേ? അച്ചായൻ എങ്ങനെ വേണമെങ്കിലും എന്നെ ഷൂട്ട് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. അവൾ എന്റെ തോളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു.
പക്ഷെ അച്ചായന്റെ ക്യാമറയ്ക്ക് നല്ല ഷാർപ്നെസ് വേണം കേട്ടോ. പകുതി വഴിയിൽ വെച്ച് ബാറ്ററി തീർന്നു പോകരുത്. ബാറ്ററിയുടെ കാര്യം നീ പേടിക്കേണ്ട കല്ലു. ഈ അച്ചായന്റെ കയ്യിൽ നല്ല ബാക്കപ്പ് ഉണ്ട്. നീ പറയുന്ന അത്രയും നേരം നിന്നെ ഞാൻ ഫ്രെയിമിൽ നിർത്തും. പക്ഷേ നിന്റെ ഈ വടിവുകൾ കണ്ട് എന്റെ കൈ വിറച്ചാൽ നീ എന്നെ കുറ്റം പറയരുത്. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്റെ കഴുത്തിൽ കൈകൾ പിണച്ചു. അച്ചായന്റെ കൈ വിറച്ചാൽ ഞാൻ പിടിച്ചുതരാം. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ആരെ പേടിക്കാനാ? ലഹരിയുടെയും അവളുടെ ആ വെളുത്ത ശരീരത്തിൽ നിന്നുള്ള ചൂടിന്റെയും ഇടയിൽ സംസാരം അല്പം കൂടി വഴിമാറാൻ തുടങ്ങി. അവൾ ഓരോ വാക്ക് പറയുമ്പോഴും എന്റെ മടിയിലിരുന്നുകൊണ്ട് ചന്തികൾ കൊണ്ട് നൽകുന്ന ആ അമർത്തൽ എന്നെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. കൂർഗിലെ ആ രാത്രിയിൽ ആ മുറിക്കുള്ളിൽ അച്ചായനും അവന്റെ പുത്തൻ മോഡലും തമ്മിലുള്ള സംഭാഷണം വെറും വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് എനിക്കുറപ്പായി. രാത്രിയുടെ നിശബ്ദതയിൽ ആ മുറിയിലെ അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിച്ചു തുടങ്ങിയിരുന്നു. സംസാരത്തിനിടയിൽ കല്യാണി തന്റെ മുഖം എന്റെ മുഖത്തോടടുപ്പിച്ചു. അവളുടെ നിശ്വാസത്തിന് മദ്യത്തിന്റെയും ആ മുല്ലപ്പൂവിന്റെയും ഗന്ധമായിരുന്നു. എന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട നിമിഷം ഞാൻ അവളുടെ ആ ചുവന്നുതുടുത്ത ചുണ്ടുകളിലേക്ക് ആഞ്ഞു ചുംബിച്ചു. ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവളും അതിനോട് പ്രതികരിച്ചു തുടങ്ങി. ലഹരിയുടെ ആവേശത്തിൽ അതൊരു വന്യമായ ചുംബനമായി മാറി. അവളുടെ ചുണ്ടുകളെ ഞാൻ എന്റെ പല്ലുകൾക്കിടയിൽ അമർത്തി. ഇമേജ് ആവേശത്തിനിടയിൽ അവളുടെ ചുണ്ടിന്റെ ഒരു വശത്ത് എന്റെ പല്ലുകൊണ്ട് ചെറിയൊരു പോറലേറ്റു. ഒരു തുള്ളി രക്തം പൊടിഞ്ഞുവെങ്കിലും ആ വേദന പോലും ലഹരിയിൽ അവൾ തിരിച്ചറിഞ്ഞില്ല. ചുംബനത്തിനിടയിൽ എന്റെ കൈകൾ അവളുടെ ആ വെളുത്ത ശരീരത്തിലൂടെ അലയാൻ തുടങ്ങി. ക്രോപ്പ് ടോപ്പിനുള്ളിലൂടെ അവളുടെ ആ മിനുസമുള്ള വയറിലും ഇടുപ്പിലും എന്റെ വിരലുകൾ അമർന്നു. അവളുടെ ആ മാംസലമായ തുടകളിൽ ഞാൻ മുറുക്കിപ്പിടിച്ചു. എന്റെ സ്പർശനത്തിൽ അവൾ ഓരോ തവണയും പുളയുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിന്റെ ആ വശ്യമായ വടിവുകൾ എന്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഞാൻ. പക്ഷേ ലഹരിയുടെ അമിതഭാരം അവളെ തളർത്തുന്നുണ്ടായിരുന്നു. ചുംബനത്തിനിടയിൽ തന്നെ അവളുടെ പ്രതികരണങ്ങൾ പതിയെ കുറഞ്ഞുവന്നു. പതുക്കെ അവൾ എന്റെ കൈകളിലേക്ക് തളർന്നു വീണു. ഞാൻ അവൾ ആ പാൽവിറമുള്ള വയറും വെളുത്ത തുടകളും കാട്ടി അവൾ അബോധാവസ്ഥയിലേക്ക് വീണുകഴിഞ്ഞിരുന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ലഹരിയുടെ പുറത്ത് മയങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണിനെ ഉപയോഗിക്കാൻ ഈ അച്ചായന്റെ തന്റേടം സമ്മതിച്ചില്ല. എനിക്ക് വേണ്ടത് അവളുടെ പൂർണ്ണമായ അറിവോടെയുള്ള സഹകരണമാണ്. ഉറങ്ങിക്കിടക്കുന്നവളെ കളിച്ച് ജയിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല. അവളുടെ ആ വിടർന്ന ഉടലിനെ ഒന്നുകൂടി അടിമുടി നോക്കിയ ശേഷം ഞാൻ പതുക്കെ ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. അവളുടെ നെറ്റിയിൽ ഒരുമ കൂടി നൽകി ഞാൻ മുറിക്ക് പുറത്തേക്ക് നടന്നു. ഹാളിന്റെ വാതിൽ തുറന്ന് കൂർഗിലെ ആ ശാന്തമായ രാത്രിയിലേക്ക് നോക്കി ഞാനൊരു സിഗരറ്റിന് തീ കൊടുത്തു. ഉള്ളിലെ ആളിപ്പടരുന്ന കാമം അടക്കാൻ ആ തണുത്ത കാറ്റിന് സാധിക്കുമായിരുന്നില്ല. പക്ഷേ നാളത്തെ പകലിൽ എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇവളെ ഇതിലും വശ്യമായി എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. കൂർഗിലെ തണുപ്പുള്ള പ്രഭാതം. തലേ ദിവസത്തെ ലഹരിയുടെയും ആവേശത്തിന്റെയും ബാക്കിപത്രമെന്നോണം അച്ചായൻ നല്ലൊരു മൂഡിലായിരുന്നു. രാവിലെ 10 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങണം. അച്ചായൻ തന്റെ ക്യാമറകളും ലെൻസുകളും റെഡിയാക്കി ഹാളിൽ കാത്തിരുന്നു. അപ്പോഴും മണി സോഫയിൽ എഴുന്നേറ്റിരുന്ന് തല തിരുമുന്നുണ്ട്. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്ന് കല്യാണി പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും അച്ചായന്റെ കണ്ണുകളൊന്നു തിളങ്ങി. ഇന്നലെ കണ്ട ആ മോഡേൺ കുട്ടിയിൽ നിന്നും അവൾ വീണ്ടും ആ പഴയ നാടൻ സുന്ദരി. കറുത്ത നിറത്തിലുള്ള സാരിയാണ് അവൾ ധരിച്ചിരുന്നത്. ആ കറുപ്പിൽ അവളുടെ പാൽ നിറമുള്ള ശരീരം വല്ലാതെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. കറുത്ത ബ്ലൗസിനുള്ളിൽ വിങ്ങി നിൽക്കുന്ന അവളുടെ മുലകൾ ആ സാരിയുടെ മടക്കുള്ളിലും തന്റെ വലിപ്പം വിളിച്ചോതുന്നുണ്ടായിരുന്നു. സാരി പകുതി മാറിക്കിടന്നതിനാൽ അവളുടെ ഇടിപിടിപ്പിലെ ആ മനോഹരമായ വളവും വെളുത്തു തുടുത്ത വയറും വശ്യമായി പുറത്തു കാണാം. അവൾ പതുക്കെ നടന്നു നീങ്ങുമ്പോൾ ആ സാരിയുടെ മടക്കുകൾക്കിടയിലൂടെ അവളുടെ ചന്തികൾ താളത്തിലാടുന്നത് അച്ചായൻ ആർത്തിയോടെ നോക്കി നിന്നു. കറുത്ത വളകളും വലിയ കമ്മലുകളും അണിഞ്ഞ അവൾ കയ്യിൽ മുടിയിഴകൾ ചുറ്റിപ്പിടിച്ച് താഴേക്ക് നോക്കി ചിരിക്കുമ്പോൾ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു. അവളുടെ ആ മാംസലമായ ശരീരവും ഓരോ വടിവുകളും അച്ചായന്റെ ഉള്ളിലെ കാമത്തെ വീണ്ടും ഉണർത്തി. അച്ചായന്റെ കണ്ണുകൾ തന്റെ ഉടലിലൂടെ പാഞ്ഞു നടക്കുന്നത് കണ്ടതും കല്യാണിയുടെ മുഖം ചുവന്നു തുടുത്തു. ഇന്നലെ രാത്രി ലഹരിയുടെ പുറത്ത് താൻ കാട്ടിക്കൂട്ടിയ വികൃതികൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അച്ചായന്റെ മടിയിലിരുന്നതും അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും ആ വന്യമായ ചുംബനവുമെല്ലാം ഓർക്കുമ്പോൾ അവൾക്ക് തന്നോട് തന്നെ ഒരു ലജ്ജ തോന്നി. തന്റെ മനസ്സിൽ അച്ചായനോടുള്ള ആ പഴയ ആഗ്രഹം ലഹരിയുടെ പുറത്തു വന്നതിന്റെ നാണക്കേടിൽ അവൾ പതുക്കെ പതുക്കെ തന്റെ സാരിത്തുമ്പ് ഒന്നുകൂടി വലിച്ചിട്ടു. അച്ചായ, ഗുഡ് മോർണിംഗ്, അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. കണ്ണുകൾ ഉയർത്തി നോക്കാൻ അവൾക്കാവുന്നില്ലായിരുന്നു. ഗുഡ് മോർണിംഗ് കല്ലു, അച്ചായൻ ഒരു കള്ളച്ചിരിയോടെ മറുപടി നൽകി. ആ സമയം അരികിലിരുന്ന മണി പതുക്കെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു.
കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പെട്ടെന്നൊന്നു നിന്നു. അവളുടെ ചുവന്ന ചുണ്ടിന്റെ ഒരു വശത്ത് ചെറിയൊരു പോറലും ഉണങ്ങിയ രക്തത്തിന്റെ പാടും അവൻ ശ്രദ്ധിച്ചു. അവൻ പതുക്കെ അച്ചായനെ നോക്കി. അച്ചായന്റെ മുഖത്തെ ആ വിജയീഭാവം കണ്ടപ്പോൾ മണിക്ക് കാര്യം പിടികിട്ടി. ഇന്നലെ രാത്രി താൻ മയങ്ങിപ്പോയ നേരത്ത് അച്ചായൻ തന്റെ പണി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. അവൻ അച്ചായനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. എന്താ അച്ചായ, ഇന്നൊരു പ്രത്യേക ഉഷാറാണല്ലോ? മണി ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഉഷാറാകണ്ടേടാ, ഇന്ന് നമുക്ക് നല്ല ഷോട്ടുകൾ എടുക്കാനുള്ളതല്ലേ? അച്ചായൻ കല്യാണിയുടെ ചന്തികളിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. കല്യാണി ആകെ പരവശയായി നിന്നു. അച്ചായന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നെങ്ങനെയൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന ചിന്ത അവളെ ആവേശം കൊള്ളിക്കുകയും അതോടൊപ്പം തളർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനായ ആ വന്യമായ മലഞ്ചെരുവിലേക്കെത്തുമ്പോൾ വെയിലിന് നല്ല ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. മഞ്ഞ് മാറി നിന്ന ആ പച്ചപ്പിൽ കറുത്ത സാരിയുടുത്ത കല്യാണി ഒരു കരിനാഗത്തെപ്പോലെ തോന്നിപ്പിച്ചു. അച്ചായൻ തന്റെ ക്യാമറ ബാഗ് താഴെ വെച്ച് ലെൻസ് കല്ലു, ആ പാറപ്പുറത്തേക്കൊന്ന് ചാരി നിൽക്ക്. അച്ചായന്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. അവൾ പതുക്കെ പാറയുടെ തണുപ്പിലേക്ക് തന്റെ ശരീരം ചേർത്തുവെച്ചു. ആ ചലനത്തിൽ അവളുടെ ഇടുങ്ങിയ ബ്ലൗസിനുള്ളിൽ മുലകൾ വല്ലാതെ അമർന്നു. അച്ചായൻ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ അവളുടെ ആ ചുവന്ന ചുണ്ടിലെ ചെറിയ പോറലും സാരിയുടെ വിടവിലൂടെ പുറത്തേക്ക് തള്ളുന്ന ആ വെളുത്ത വയറും ശരിക്കും ഒരു കാമചിത്രമായി തോന്നിപ്പിച്ചു. സാരിയുടെ ആ തലപ്പ് കുറച്ചുകൂടി താഴ്ത്തിയിട്ട്, നിന്റെ ആ വയറിലെ പൊക്കിൽ ചുഴി വ്യക്തമായി കാണണം, അച്ചായൻ നിർദ്ദേശിച്ചു. ലജ്ജയോടെ അവളത് ചെയ്തപ്പോൾ അവളുടെ പതുപതുത്ത വയറിലെ മാംസലതയും അവിടുത്തെ ആ വശ്യമായ വടിവും അച്ചായന്റെ സിരകളിൽ രക്തം തിളപ്പിച്ചു. ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലാവുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോസ് ശരിയാവാത്തതുപോലെ തോന്നിയപ്പോൾ അച്ചായൻ ക്യാമറ താഴെ വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. തന്റെ കടുത്തുള്ള കൈകൾ കൊണ്ട് അവളുടെ തോളിലും ഇടുപ്പിലും പിടിച്ചു. ഇങ്ങനെ കുറച്ചുകൂടി വളഞ്ഞു നിൽക്ക് കല്ലു, നിന്റെ ഈ ചന്തികൾ ഇങ്ങനെ ബാക്കിലേക്ക് തള്ളി നിൽക്കണം, എന്നാലേ ആ കറുത്ത സാരിയുടെ ഫിറ്റിംഗ്സ് കൃത്യമായി കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ തന്റെ കൈകൾ അവളുടെ നിതംബത്തിൽ പതുക്കെ ഒന്ന് അമർത്തി. ആ സ്പർശനത്തിൽ കല്യാണിയൊന്ന് വിറച്ചു. ഇന്നലെ രാത്രിയിലെ ഓർമ്മകൾ അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞു. അച്ചായന്റെ വിരലുകൾ തന്റെ ഇടുപ്പിലെ ആ മടക്കുകളിൽ അമരുന്നത് അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആസ്വദിച്ചു. അവളുടെ മുലകൾ ആവേശത്താൽ ഉയർന്നു താഴുന്നത് അച്ചായൻ തൊട്ടടുത്തു നിന്ന് കണ്ടു. അകലെ റിഫ്ലക്ടർ പിടിച്ചു നിൽക്കുന്ന മണമി ഈ കാഴ്ച കണ്ട് ശരിക്കും വിറയ്ക്കുകയായിരുന്നു. അച്ചായൻ അവളെ തൊട്ടും തലോടിയും പോസ് ശരിയാക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ കാമം അണപൊട്ടി. അവൾക്ക് നേരെ ലൈറ്റടിക്കുമ്പോൾ സാരിയുടെ നേർത്ത തുണിയിലൂടെ അവളുടെ തുടകളുടെ ആ വടിവ് അവൻ ആർത്തിയോടെ നോക്കി. അച്ചായ, ആ ആംഗിളിൽ നിന്ന് അവളുടെ വയർ ശരിക്കും കാണുന്നുണ്ട്, ഒന്ന് ക്ലോസപ്പ് എടുത്തോ, മണി നാക്ക് നുണഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അച്ചായൻ കല്യാണിയുടെ ചെവിയിലേക്ക് പതുക്കെ ഒന്ന് ആഞ്ഞു ശ്വസിച്ചു. ഇന്നു നിന്നെ ഞാൻ എന്റെ ക്യാമറയിൽ മാത്രമല്ല കല്ലു, എന്റെ ഉള്ളിലും ശരിക്കും പകർത്തിയെടുക്കും. അവൾ പതുക്കെ കണ്ണു തുറന്ന് അച്ചായനെ നോക്കി. ആ നോട്ടത്തിൽ പൂർണ്ണമായ സമ്മതവും ആവേശവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കൂർഗിലെ ആ വിജനമായ ലൊക്കേഷനിൽ വെയിലിന്റെ ചൂടിനേക്കാൾ കൂടുതൽ അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള ചൂട് പടർന്നു തുടങ്ങിയിരുന്നു. ട്രഡീഷണൽ ഫോട്ടോഷോട്ട് കഴിഞ്ഞു. അടുത്ത ലൊക്കേഷനിലേക്ക് അവർ മൂവരും ചേക്കേറി. കറുത്ത സാരിയുടെ ഗാംഭീര്യത്തിൽ നിന്നും മാറി കല്യാണി മനോഹരമായ ടർക്കോയിസ് നിറത്തിലുള്ള ക്രോച്ചറ്റ് ടോപ്പും കറുത്ത മിനി ഷോർട്ട്സും ധരിച്ചു. ആ വസ്ത്രത്തിൽ അവളുടെ രൂപം വല്ലാതെ മാറിയിരുന്നു. സുഷിരങ്ങളുള്ള ആ ടോപ്പിനുള്ളിലൂടെ അവളുടെ വെളുത്തു തുടുത്ത തോളുകളും വയറിന്റെ ഭാഗങ്ങളും വശ്യമായി നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇറുകിയ കറുത്ത ഷോർട്ട്സ് അവളുടെ മാംസലമായ തുടകളെ മുറുക്കി പിടിച്ചിരുന്നു. സാരിയിൽ മറഞ്ഞു നിന്ന അവളുടെ നീലൻ വെളുത്ത കാലുകൾ ഇപ്പോൾ പൂർണ്ണമായും വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അവൾ നടക്കുമ്പോൾ ആ ഷോർട്ട്സിനുള്ളിൽ വിങ്ങുന്ന അവളുടെ ചന്തികളുടെ ചലനം അച്ചായനെയും മണിയെയും ഒരുപോലെ ഭ്രമിപ്പിച്ചു. ടോപ്പിന്റെ വിടവിലൂടെ അവളുടെ മുലകളുടെ വശ്യതയും പൊക്കിൽ ചുഴിയും ഇടയ്ക്കിടെ മിന്നിമറയുന്നത് കണ്ടപ്പോൾ അച്ചായന്റെ കണ്ണുകൾ വിടർന്നു. കല്ലു, നീ ഇത് ശരിക്കും ഒരു ഇന്റർനാഷണൽ ഐറ്റം തന്നെയാടാ, അച്ചായൻ തന്റെ ക്യാമറ റെഡിയാക്കിക്കൊണ്ട് പറഞ്ഞു. അടുത്ത ലൊക്കേഷൻ കാടിനുള്ളിലെ ചെറിയൊരു അരുവിക്കടുത്തായിരുന്നു. അവിടെ വെച്ച് പോസുകൾ നൽകുമ്പോൾ മണിക്കും അച്ചായൻ ഒരു ചുമതല നൽകി. മണി, നീ ആ റിഫ്ലക്ടർ മാറ്റിവെച്ചിട്ട് ഇങ്ങോട്ട് വാ. അവൾ അവളുടെ ഇടുപ്പിലെ ആ ടോപ്പൊന്ന് നേരെയാക്കി കൊടുക്ക്, അവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. അച്ചായൻ മനഃപൂർവ്വം ഒരു അവസരമൊരുക്കി. മണി ആവേശത്തോടെ അടുത്തേക്ക് ചെന്നു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ തന്റെ വിരലുകൾ അവളുടെ നഗ്നമായ ഇടുപ്പിലേക്ക് ചേർത്തു. ആ വെണ്ണ പോലെയുള്ള വയറിൽ അവന്റെ കൈകൾ തട്ടിയപ്പോൾ കല്യാണി ഒന്ന് പുളഞ്ഞു. അല്പം മടിച്ചു നിന്ന മണി അച്ചായന്റെ കണ്ണുയർത്തിയുള്ള അവളുടെ മാംസലമായ ശരീരത്തിന്റെ ചൂട് തന്റെ വിരൽത്തുമ്പിലൂടെ അരിച്ചു കയറുന്നത് അവൻ ശരിക്കും ആസ്വദിച്ചു.
ഈ സമയം കല്യാണിയുടെ കാമപരവശം കലർന്ന മുഖം ഞാൻ കണ്ടു. വെറും അസിസ്റ്റന്റായ മണി ഒരു ഇൻസ്റ്റഗ്രാം ചരക്കിന്റെ വയറിലൊഴിയുന്നു. അതും ഞാൻ കാരണം. കല്യാണി പതുക്കെ ഒന്ന് കണ്ണ് ചിമ്മി അവനെ നോക്കി ചിരിച്ചത് ഞാൻ കണ്ടു. ഇവളത്ര പാവമൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആഞ്ഞു ശ്രമിച്ചാൽ ചുരത്താത്ത പൂവുണ്ടോ? ഇനി ആ അരുവിയുടെ അരികിലെ കല്ലിലിരുന്ന് കാലുകൾ വെള്ളത്തിലേക്കിട്ടൊന്ന് വളഞ്ഞു നിൽക്ക്, ഞാൻ നിർദ്ദേശം നൽകി. അവൾ ഇരുന്നപ്പോൾ ഷോർട്സ് ഒന്നുകൂടി മുകളിലേക്ക് കയറുകയും അവളുടെ തുടകളുടെ കൂടുതൽ ഭാഗം പുറത്താവുകയും ചെയ്തു. പോസ് ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നിയ ഞാൻ അവിടെ പോവുകയും അവളുടെ ആ വെളുത്ത തുടകളിൽ പതുക്കെ ഒന്ന് തലോടുകയും ചെയ്തു. ശേഷം അവളെ ഒരു ഹോട്ട് പൊസിഷനിൽ നിർത്തി. നല്ല ഉറച്ച ശരീരമാടി നിന്റേത്. ഈ ഫ്രെയിം കണ്ടാൽ കേരളം മൊത്തം ഇളകും. അച്ചായന്റെയും മണിയുടെയും സ്പർശനങ്ങൾ കല്യാണിയുടെ ഉള്ളിലും കാമത്തിന്റെ അലയൊളികൾ സൃഷ്ടിച്ചു. അവൾ ആ കാട്ടുപ്രദേശത്തെ നിശബ്ദതയിൽ തന്റെ ശരീരം അവർക്കായി വിട്ടുനൽകാൻ തയ്യാറാണെന്ന ഭാവത്തിൽ ഓരോ പോസിനും വഴങ്ങിക്കൊടുത്തു. ഷൂട്ടിംഗ് പുരോഗമിക്കുന്തോറും 3 പേരുടെയും ഇടയിലുള്ള ആ വികാരം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ വളർന്നുകൊണ്ടിരുന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. കല്യാണിയുടെ ആ വെളുത്ത തുടകളും മുലകളും ക്യാമറയിൽ പകർത്തിയ ആവേശത്തിൽ എന്റെ സിരകൾ അപ്പോഴും തുടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വില്ലയിലേക്ക് തിരികെ എത്തി. വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കല്യാണി അല്പം തളർന്നതുപോലെ തോന്നി. എങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അച്ചായ, ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് കാണണം. ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമോ? വില്ലയുടെ വാതിൽക്കൽ വെച്ച് അവൾ ചോദിച്ചു. ആ കറുത്ത ഷോർട്സിനുള്ളിൽ അവളുടെ ചന്തികൾ വെട്ടിച്ച് അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും തീ പടർന്നു. നീ ഒന്ന് ഫ്രഷായിക്കോ കല്ലു. ഞാൻ ലാപ്പിൽ ഫോട്ടോസ് ഒന്ന് കോപ്പി ചെയ്യട്ടെ. എന്നിട്ട് നിന്റെ മുറിയിലേക്ക് വരാം. നമുക്കൊരുമിച്ചിരുന്ന് കാണാം, ഞാനൊരു അർത്ഥഗർഭമായ ചിരിയോടെ പറഞ്ഞു. അവൾ പതുക്കെ തലയാട്ടി തന്റെ മുറിയിലേക്ക് നടന്നു. അവൾ പോയതും മണി എന്റെ അടുത്തേക്ക് ഓടിവന്നു. അവന്റെ മുഖത്ത് ഒരു വല്ലാത്ത പരിഭ്രമവും ആർത്തിയും ഉണ്ടായിരുന്നു. അച്ചായ, എനിക്കൊരു സഹായം വേണം. അവൻ എന്റെ കൈകളിൽ പിടിച്ചു. ആ കൊച്ച്, അതൊരു ഒന്നൊന്നര ഐറ്റം അച്ചായ. ഷൂട്ടിനിടയിൽ അവളെ ഒന്ന് തൊട്ടപ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എനിക്കും കൂടി അവളെ ഒന്ന് അനുഭവിക്കണം അച്ചായ. അച്ചായൻ വിചാരിച്ചാൽ അത് നടക്കും. ഈ കഥയുടെ 2ാം ഭാഗം വേണമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.